ഓക്കെ, അപ്പോൾ അടുത്ത കോൺസെപ്റ്റ് ആണ് എർത്തിങ്. അപ്പോൾ അതിനായിട്ട് സപ്പോസ് എൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് ആൻഡ് അതിൻ്റെ പുറത്ത് സം ചാർജ് കാണാം, റൈറ്റ്. എനിക്കറിയേണ്ട അതിൻ്റെ സർഫസിലെ വോൾട്ടേജ് എന്താണ്, അതായത് സർഫസിലെ പൊട്ടൻഷ്യൽ എന്താണ്, റൈറ്റ്. എനിക്ക് എന്തായാലും അറിയാം നമ്മുടെ ഓൾഡ് ഡെഫിനിഷൻ, അതായത് ഇൻഫിനിറ്റിയിൽ നിന്ന് 1 കൂളം പോസിറ്റീവ് ചാർജിനെ ഇതിന്റെ സർഫസിൽ കൊണ്ടുവരാനുള്ള വർക്ക് എത്രയാണോ അതാണ് അതിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ. ഓക്കെ, റൈറ്റ്, വെരി ഗുഡ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. സപ്പോസ് ഞാനൊരു ലബോറട്ടറി സെറ്റപ്പിൽ വർക്ക് ചെയ്യുകയാണെന്ന് വെച്ചോ, റൈറ്റ്. എൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു മെറ്റൽ സർഫസ് ഉണ്ട്, എനിക്ക് ഇതിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എത്രയെന്ന് അറിയണം. ഞാൻ പറയുവാണ് ഇൻഫിനിറ്റിയിൽ നിന്ന് 1 കൂളം ചാർജിന് ഇവിടെ കൊണ്ടുവരാനുള്ള വർക്ക് ആണ് ഇതിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് തിയറിറ്റിക്കലി വളരെ സെൻസിബിൾ ആയിട്ടുള്ള വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് എൻ്റെ ഇവിടെ ഒരു ഫൈനൈറ്റ് സ്പേസിൽ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്ന് വെച്ചോ. നമുക്കറിയാം ഒരു ഫൈനൈറ്റ് സ്പേസിൽ ഇരിക്കുന്ന ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്തായാലും ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ കൊടുക്കുന്ന എഫക്ട്സ് എന്തായാലും ഒന്നും കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇൻഫിനിറ്റിയിൽ V = 0, ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ 0 ആണെന്ന് സെറ്റ് ചെയ്യുന്നത് നല്ലൊരു ചോയ്സ് ആണ്, റൈറ്റ്. ഓക്കെ, ഞാൻ ഇൻഫിനിറ്റിന്ന് 1 കൂളം പോസിറ്റീവ് ചാർജിന് ഇവിടെ കൊണ്ടുവരാനുള്ള വർക്ക് എന്ന് പറയുമ്പോൾ ഞാനിവിടെ അസ്യൂം ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ 0 ആണെന്നാണ്. അതുകൊണ്ടാണ് അവിടെ തൊട്ട് ഇതുവരെ കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ = ഇതിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എനിക്ക് ആക്കാൻ പറ്റിയത്. ബിക്കോസ് നമുക്ക് ഓൾറെഡി അറിയാം വർക്ക് ഡൺ = V ഫൈനൽ. V ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒബ്ജക്റ്റിന്റെ പുറത്താണ് കൊണ്ടുവരുന്നത്. സോ V ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സർഫസിലെ വോൾട്ടേജ് മൈനസ് ഞാൻ ഇൻഫിനിറ്റിന്നാണ് കൊണ്ടുവരുന്നത്. സോ ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ 0. V ഫൈനൽ മൈനസ് V ഇനിഷ്യൽ ടൈംസ് Q. ഇതാണ് വർക്കിന്റെ ഇക്വേഷൻ, റൈറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന 1 കൂളം പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഈ വർക്ക് എന്തിന് ഈക്വൽ ആണ്, Vക്ക് ഈക്വൽ ആണ്. V എന്ന് പറഞ്ഞാൽ ഇതിന്റെ സർഫസിലെ വോൾട്ടേജ് ആണ്. ഓക്കെ, റൈറ്റ്. സോ അത് തിയറിറ്റിക്കലി വളരെ കൺവീനിയന്റ് ഉള്ള ഡെഫിനിഷനാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ഞാനൊരു ലബോറട്ടറി സെറ്റപ്പിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ ഈ ഡെഫിനിഷൻ നമുക്ക് അത്രത്തോളം കൺവീനിയന്റ് അല്ല, റൈറ്റ്. ഓക്കെ, ഇത് സെൻസിബിൾ ഒക്കെയാണ് പക്ഷെ അത്രത്തോളം കൺവീനിയന്റ് അല്ല. നമുക്ക് ഒരിക്കലും ഒരു ഒബ്ജക്റ്റിന്റെ സർഫസിലെ വോൾട്ടേജ് എത്രയെന്ന് അറിയാൻ ഇൻഫിനിറ്റിന്ന് 1 കൂളം പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഓൾറെഡി അറിയാം പൊട്ടൻഷ്യൽ എവിടെ 0 ആകണമെന്നത് നമ്മുടെ ചോയ്സ് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് ഫിക്സ് ചെയ്യാം എവിടെ പൊട്ടൻഷ്യൽ, എവിടെ V = 0 ആവണമെന്നത്, റൈറ്റ്. നമ്മൾ മുമ്പ് അതായത് നമ്മളൊരു ഫൈനൈറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഇൻഫിനിറ്റിയിൽ ഒരു എഫക്റ്റും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഇൻഫിനിറ്റിയിൽ V = 0 ചൂസ് ചെയ്യുന്നത് നല്ലൊരു ചോയ്സ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ കേസുകളിലൊക്കെ ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ 0 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തത്. അത് വെച്ചിട്ടാണ് ഒരു പോയിന്റ് ചാർജ് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ 1/4πε0 Q/R എന്നൊക്കെ നമുക്ക് കിട്ടിയത്. പക്ഷെ നമുക്കിനി അറിയേണ്ടത് നമുക്കിനി കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ഓഫ് ഒറിജിൻ വേണം. എന്തിന്? പൊട്ടൻഷ്യലിന്. നമുക്ക് ആലോചിച്ച് നോക്കാം നമുക്ക് എന്ത് ചൂസ് ചെയ്യാന്ന്, റൈറ്റ്. സോ ഞാനിപ്പോ സപ്പോസ് ഞാനൊരു ആർബിറ്ററി ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്തെന്ന് വെച്ചു. ഇതെനിക്ക് തോന്നിയൊരു ഒബ്ജക്റ്റ് ആണ്. എന്നിട്ട് ഞാൻ പറയണം ഓക്കെ ഇതിന്റെ സർഫസിലെ വോൾട്ടേജ് ആണ് 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എവന്റെ സർഫസിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവന്റെ സർഫസിൽ നിന്ന് 1 യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇവിടെ എത്തിക്കാനുള്ള വർക്ക് ഡൺ. ബിക്കോസ് എവന്റെ സർഫസിലെ വോൾട്ടേജ് ഞാൻ 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് ഇതുവരെ 1 യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് = V ഫൈനൽ മൈനസ് V ഇനിഷ്യൽ ടൈംസ് Q. 1 കൂളം ചാർജ് ആയതുകൊണ്ട് തന്നെ ഈ Qന്റെ വാല്യൂ 1 ആണ്. V ഫൈനൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെയാണ് എത്തിക്കുന്നത്. സോ അവന്റെ സർഫസിലെ വോൾട്ടേജ് ആണ് V. ഇവന്റെ സർഫസിലെ വോൾട്ടേജ് ബൈ ഡെഫിനിഷൻ ഞാൻ 0 ആയിട്ട് എടുത്തേക്കുന്നത്. സോ 0. സോ വർക്ക് ഡൺ = V. ഓക്കെ, റൈറ്റ്, നോ ഇഷ്യൂസ്. അതായത് ഞാൻ വേറൊരു ആർബിട്രറി ഒബ്ജക്റ്റ് എടുത്തിട്ട് അവന്റെ സർഫസിലെ വോൾട്ടേജ് V എന്ന് ചൂസ് ചെയ്താൽ അക്കോർഡിംഗ് ടു ദാറ്റ് ചോയ്സ് എവന്റെ സർഫസിലെ വോൾട്ടേജ് എനിക്ക് V എന്ന് എടുക്കാം, റൈറ്റ്. കുറച്ചും കൂടെ സെൻസിബിൾ ആണ്. ബിക്കോസ് ഞാൻ ഒരു ലബോറട്ടറി സെറ്റപ്പിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് എടുത്തിട്ട് എനിക്ക് പറയാം ഓക്കെ അവന്റെ സർഫസിലെ വോൾട്ടേജ് ആണ് 0, റൈറ്റ്. അത് കുറച്ചും കൂടെ നമുക്ക് പ്രാക്ടിക്കലി വർക്ക് ചെയ്യും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആർബിട്രറി ആയിട്ട് ഞാനൊരു ഒബ്ജക്റ്റ് ചൂസ് ചെയ്താൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സപ്പോസ് ഞാനിപ്പോ എവന്റെ സർഫസിലുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷന് ഞാനൊരു സ്ലൈറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്നു എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെയുള്ള ഓരോ ചാർജും ഇനിഷ്യലി എവനുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഡിസ്റ്റൻസ് ആയിരിക്കില്ല. ഞാനൊരു സ്ലൈറ്റ് ചേഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെയേഴ്സ് ഓഫ് ഡിസ്റ്റൻസ് നമുക്കറിയാം എവന്റെ സർഫസിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസുകളെ എഫക്ട് ചെയ്യും. ഓക്കെ, അതായത് ഇനിഷ്യലി ഞാൻ എവന്റെ സർഫസിലെ വോൾട്ടേജ് V എന്ന് സെറ്റ് ചെയ്തു. എവന്റെ പുറത്തുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ സ്ലൈറ്റ്ലി വേരി ചെയ്ത് കഴിഞ്ഞാൽ എവന്റെ സർഫസിലെ വോൾട്ടേജ് പിന്നെയും ചേഞ്ച് ചെയ്യും. എങ്കിൽ ആ ചേഞ്ച് ചെയ്ത പുതിയ വോൾട്ടേജിനെ ഞാൻ പിന്നെയും 0 എന്ന് ചൂസ് ചെയ്യണം, റൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എവന്റെ സർഫസിലെ വോൾട്ടേജ് ഇറ്റ്സെൽഫ് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുള്ളതാണെങ്കിൽ അവന്റെ സർഫസിലെ വോൾട്ടേജ് V = 0 എന്ന് സെറ്റ് ചെയ്യുന്നത് നല്ലൊരു ചോയ്സ് അല്ല, റൈറ്റ്. അതായത് സപ്പോസ് എനിക്ക് ഹൈറ്റ് മെഷർ ചെയ്യണം. ഹൈറ്റ് മെഷർ ചെയ്യുന്നത് ഞാനൊരു സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ്. സപ്പോസ് എൻ്റെ ഇരിക്കുന്ന സ്കെയിൽ ഇറ്റ്സെൽഫ് ഓരോ ഡേയും സ്ലൈറ്റ്ലി അതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു വെച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റാൻഡേർഡ് മെഷർ ആയിട്ട് എനിക്ക് യൂസ് ചെയ്യുന്ന അത്രത്തോളം നല്ലതല്ല. ബിക്കോസ് ഞാൻ ഇന്ന് നോക്കുമ്പോൾ എന്റെ ഹൈറ്റ് ഒന്നായിരിക്കും, നാളെ ഈ സ്കെയിലിന്റെ ലെങ്ത് സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യും. സോ ആ സ്കെയിൽ വെച്ച് ഞാൻ എന്റെ ഹൈറ്റ് മെഷർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് കുറച്ചും കൂടെ ചെറിയ ഹൈറ്റ് ആയിരിക്കും. ഓക്കെ, റൈറ്റ്. സോ
നമ്മളൊരു ആർബിട്രറി ഒബ്ജക്റ്റ് എടുക്കുന്നത് അത്ര നല്ലൊരു ഐഡിയ അല്ല, റൈറ്റ്. എന്നാലും നമുക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയി, പക്ഷെ അത്ര നല്ലൊരു ബെറ്റർ ഐഡിയ അല്ല. സോ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു ചോയ്സ് വേണം. നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വളരെ നല്ലൊരു ചോയ്സ് ആണ് എർത്ത്. ഓക്കെ, അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ്, എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡെഫിനിഷൻ എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എർത്ത് വളരെ കണ്ടക്ടിങ് ആണ്, റൈറ്റ്, കണ്ടക്ടിങ് ആണ്, ആൻഡ് വളരെ വലിയ റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ ആണ്. ഓക്കെ, എനിക്ക് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, എർത്തിന് ഇത്രയും വലിയ റേഡിയസ് ഉള്ളത് കൊണ്ട് എന്താണ് നമുക്കുള്ള അഡ്വാൻറ്റേജ്? നമുക്ക് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കാം. എർത്ത് എന്ന് പറഞ്ഞൊരു കണ്ടക്ടർ ആണ്, അത് ആലോചിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എർത്തിലോട്ട് കുറച്ച് ചാർജ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജസ് എപ്പോഴും എർത്തിന്റെ സർഫസിലേ പോയി നിൽക്കത്തുള്ളൂ. എങ്കിൽ നമുക്ക് എന്തായാലും അറിയാം, ഓക്കെ, സപ്പോസ് നമ്മുടെ പൊട്ടൻഷ്യലിന്റെ ഒറിജിൻ ഇൻഫിനിറ്റി ആണെന്ന് ജസ്റ്റ് തൽക്കാലത്തേക്ക് വിചാരിക്കുക, എനിക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി മാത്രം. നമ്മുടെ ഓൾഡ് നമുക്ക് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ, ഇൻഫിനിറ്റിയിലാണ് പൊട്ടൻഷ്യൽ 0. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഞാൻ എർത്തിലോട്ട് കുറച്ച് ചാർജസ് വരെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ, ചാർജ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ക്യൂ ചാർജ് എർത്തിലോട്ട് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർഫസിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V = KQ / R. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിന്റെ റേഡിയസ്. ഇവിടെ ഒരു കാര്യം ആലോചിക്കണം, എർത്തിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ വളരെ 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 വലിയ നമ്പറാണ്, റൈറ്റ്. അതുകൊണ്ട് എന്താ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ഞാൻ ഇതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ചാർജിന് ഞാൻ സ്ലൈഡ് ചേഞ്ചസ് വരുത്തുന്നു വെച്ചു, അതായത് ഞാൻ ഈ ക്യൂവിന് ഞാനൊരു സ്ലൈഡ് ചേഞ്ചസ് വരുത്തുന്നു. ഓക്കെ, അങ്ങനെ സ്ലൈഡ് ചേഞ്ചസ് വരുത്തിയാലും നമ്മുടെ ഈ R വളരെ വലുതായതുകൊണ്ട് തന്നെ, റൈറ്റ്, നമ്മുടെ ഈ റേഷ്യോ, അതായത് നമ്മുടെ Q + Δ_Q/R, ആ റേഷ്യോയ്ക്ക് കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വരത്തില്ല, റൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിന്റെ സർഫസിലെ വോൾട്ടേജ് ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, റൈറ്റ്. ഇനി പ്രാക്ടിക്കലി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എർത്തിന്റെ റേഡിയസ് നമുക്ക് ഇൻഫിനിറ്റി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാണ്, ഞാൻ ഇതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ചാർജിന്റെ എമൗണ്ടിന് ഞാൻ അത്യാവശ്യം നല്ല വേരിയേഷൻസ് വരുത്തിയാലും എനിക്ക് കൺസിഡർ ചെയ്യാം എർത്തിന്റെ സർഫസിലെ വോൾട്ടേജിന് ചേഞ്ച് ഒന്നും വരില്ല. ഓക്കെ, റൈറ്റ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാണ്, എർത്തിന്റെ പ്രത്യേകത എന്തോ, എർത്ത് ഒരു ലാർജ് കണ്ടക്ടിങ് സ്ഫിയർ ആണ്. എർത്തിലോട്ട് ഞാൻ എത്ര ചാർജ് ഡെപ്പോസിറ്റ് ചെയ്താലും എർത്തിൽ നിന്ന് എത്ര ചാർജ് ഞാൻ എടുത്താലും എർത്തിലെ സർഫസിലെ പൊട്ടൻഷ്യൽ മാറില്ല. എർത്തിലെ സർഫസിന്റെ പൊട്ടൻഷ്യൽ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ, ഞാൻ എർത്തിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ ഇനി തൊട്ട് ഞാൻ 0 എന്ന് എടുത്താൽ അത് നല്ലൊരു ചോയ്സ് ആണ്. ബിക്കോസ് എർത്തിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ മാറില്ലല്ലോ ഞാൻ എത്ര ചാർജ് ഡെപ്പോസിറ്റ് ചെയ്താലും എടുത്താലും. സോ എർത്തിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ ഞാൻ 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു V = 0 ചോയ്സ് ആണ് ഫോർ പ്രാക്ടിക്കൽ പർപ്പസസ്. എന്ന് വെച്ചാൽ എനിക്ക് പറയാം, ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, എനിക്ക് ഈ ഒബ്ജക്റ്റിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്യാം, ഓക്കെ, എർത്തിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ ആണ് 0, റൈറ്റ്. ഓക്കെ, എങ്കിൽ ഈ എവന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിൽ നിന്ന് 1 യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് എവന്റെ പുറത്തേക്കുള്ള വർക്ക് ഡൺ. ഓക്കെ, റൈറ്റ്. പ്രാക്ടിക്കൽ പർപ്പസുകൾക്ക് അത് വളരെ നല്ലൊരു ചോയ്സ് ഓഫ് V = 0 ആണ് നമ്മുടെ എർത്ത്. സോ നമുക്ക് എർത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായി. നമ്മൾ V = 0 എർത്തിൽ ചൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലായി. പ്രാക്ടിക്കൽ പർപ്പസുകൾക്ക് അത് വളരെ കൺവീനിയന്റ് ആയുള്ള ഒരു ഡെഫിനേഷൻ ആണ്. എങ്കിൽ ഇനി എന്താണ് എർത്തിങ് എന്ന് നമുക്ക് ആലോചിക്കാം. എർത്തിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സപ്പോസ് എൻ്റെ ഒരു കണ്ടക്ടർ ഉണ്ട്, ഇതൊരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിന്റെ സർഫസിലെ ചാർജ് Q ആണ്. ഓക്കെ, ഞാൻ ഇതിനെ എർത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ കണ്ടക്ടറിൽ നിന്ന് വേറൊരു കണ്ടക്ടർ, അതൊരു വയർ വെച്ചിട്ട് ഞാൻ അതിനെ എർത്തുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, റൈറ്റ്. ഈ പ്രോസസ്സാണ് ബേസിക്കലി എർത്തിങ്. എങ്കിൽ നമുക്ക് ആലോചിച്ച് നോക്കാം, ഞാനിങ്ങനെ എർത്ത് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന്. നമുക്ക് ഓൾറെഡി സപ്പോസ് ഞാനിവിടെ എർത്ത് ചെയ്യുന്നതിന് മുമ്പേ, സപ്പോസ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കൺസിഡർ ചെയ്യുവാണ്, അതായത് ഓക്കെ, ഞാനിവിടെ ഒരു സ്വിച്ച് വെക്കുന്നു. ഓക്കെ, സപ്പോസ് ഇനീഷ്യലി ഈ സ്വിച്ച് ഓഫ് പൊസിഷൻ ആണ്. ഓഫ് പൊസിഷൻ ആയപ്പോൾ നമ്മുടെ ഈ ഒബ്ജക്റ്റിന്റെ പുറത്ത് കുറച്ച് ചാർജ് ഉണ്ട്, സപ്പോസ് അതാണ് +Q. ഓക്കെ, ഇനി ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുന്നു, എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയണം. നമുക്ക് എന്തായാലും അറിയാം, നമ്മുടെ എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടക്ടിങ് ഒബ്ജക്റ്റ് ആണ്. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മൊത്തത്തിൽ ഒരു ഒറ്റ സിംഗിൾ കണ്ടക്ടർ ആയിട്ട് മാറും. ബിക്കോസ് അവർ വയർ വെച്ച് കണക്റ്റഡ് ആണ്. സോ ഇതൊരു സിംഗിൾ കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യും. നമുക്കറിയാം എൻ്റെ 2 കണ്ടക്ടേഴ്സ് ഉണ്ട്. ഈ 2 കണ്ടക്ടേഴ്സിനെ ഞാനൊരു വയർ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടക്ടറിൽ നിന്ന് മറ്റേ കണ്ടക്ടറിലോട്ട് ചാർജ് പാസ് ചെയ്യും. എപ്പോൾ അവരെ പാസ് ചെയ്യും? രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ സെയിം ആവുന്നവരെ പാസ് ചെയ്യും. ഇനി നമുക്കറിയാം എർത്തിന്റെ കേസിൽ എർത്തിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എപ്പോഴും V = 0 ആണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫൈനലി അവന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ 0 ആകുന്നത് വരെ ഈ ചാർജ് ട്രാൻസ്ഫറിങ് നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, എർത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ എർത്ത് ചെയ്യപ്പെടുന്ന ഒബ്ജക്റ്റിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ V = 0 ആകുന്നത് വരെ അവിടെ ചാർജ് ട്രാൻസ്ഫറിങ് നടക്കും. ഇനി
ആ ചാർജ് ട്രാൻസ്ഫറിങ് നടക്കാൻ എടുക്കുന്ന സമയമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വളരെ നെഗ്ലിജിബിൾ ആണ്. എന്ന് വെച്ചാൽ ഞാൻ കണക്ട് ചെയ്ത ഉടനെ തന്നെ പറയാം എനിക്ക് ആ ഒബ്ജക്റ്റിന്റെ സർഫസിലെ വോൾട്ടേജ് 0 ആണെന്ന്. ഓക്കെ, ഇനി രണ്ടാമത്തെ നമുക്ക് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കാം. സപ്പോസ് ഈ ഒബ്ജക്റ്റിന്റെ ചാർജ് പോസിറ്റീവ് ആണെന്ന് വെച്ചോ, ഞാൻ എർത്തുമായിട്ട് കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആഫ്റ്റർ കണക്ടിങ് ഇവന്റെ സർഫസിലെ വോൾട്ടേജ് 0 ആയിട്ട് മാറണം. ഇവന്റെ സർഫസിലെ വോൾട്ടേജ് 0 ആകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാണ്? ഇവന്റെ ഈ ബോഡിക്കകത്ത് ചാർജ് ഉണ്ടാവാൻ പാടില്ല. ബിക്കോസ് ഈ ബോഡിക്കകത്ത് ചാർജ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവന്റെ സർഫസിലെ വോൾട്ടേജ് നോൺ 0 ആണെന്ന്. ബിക്കോസ് ക്യൂ ഉണ്ടെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാണ്? ഞാൻ ഇതിനെ എപ്പോഴാണോ എർത്തുമായിട്ട് കണക്ട് ചെയ്യുന്നത് അപ്പൊ ഇവിടെയുള്ള മുഴുവൻ പോസിറ്റീവ് ചാർജസും ഇല്ലാതായി. എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം, ഞാൻ എർത്തുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പ്ലസ് ക്യൂ എത്രയാണോ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള മൈനസ് ക്യൂ നമ്മുടെ എർത്തിൽ നിന്ന് ഈ ഒബ്ജക്റ്റിനകത്തോട്ട് വന്നു. ആൻഡ് ഈ പോസിറ്റീവിനെ മുഴുവൻ അവർ ക്യാൻസൽ ആക്കി. റൈറ്റ്, അതായത് ഞാൻ എർത്ത് ചെയ്യുമ്പോൾ എർത്തിൽ നിന്ന് നെഗറ്റീവ് ചാർജസ് ആ ഒബ്ജക്റ്റിലോട്ട് പോയി. നമുക്ക് തിരിച്ചും തിങ്ക് ചെയ്യാം. അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിൽ നിന്ന് നെഗറ്റീവ് ചാർജ് വന്ന് അവനെ ബാലൻസ് ചെയ്തു എന്ന് പറയുന്നതിന് പകരം ഇതിനകത്തുണ്ടായിരുന്ന എക്സസ് പോസിറ്റീവ് ചാർജ് തിരിച്ച് എർത്തിലോട്ട് ഇറങ്ങിപ്പോയി എന്ന് തിങ്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് ചാർജ് അഡിക്റ്റീവ് ആണ്. നമ്മൾ ഏത് രീതിയിൽ തിങ്ക് ചെയ്താലും ചാർജിന്റെ ബാലൻസിങ്ങിന്റെ കോണ്ടെക്സ്റ്റിൽ അത് ഈക്വലന്റ് ആയിരിക്കും. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇതാണ് ബേസിക്കലി ഞാൻ ഒരു ഒബ്ജക്റ്റിനെ എർത്ത് ചെയ്താൽ അവിടെ നടക്കുന്ന പ്രോസസ്സുകൾ. എങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. സപ്പോസ് ഇതൊരു കണ്ടക്ടിങ് സ്ഫിയർ ആണ്, അതിന്റെ റേഡിയസ് ആണ് r. ഇനിഷ്യലി കണ്ടക്ടിങ് സ്ഫിയറിന്റെ പുറത്ത് ഒരു ചാർജസും ഇല്ല. ആൻഡ് ഞാൻ അതിന്റെ അടുത്ത് മറ്റൊരു സ്മോൾ ക്യൂ ചാർജ് കൊണ്ടുവച്ചിട്ടുണ്ട്. ആൻഡ് ആ സ്മോൾ ക്യൂ അതിന്റെ സെന്ററിൽ നിന്ന് ഒരു r ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനിഷ്യലി നമ്മുടെ ഈ സ്വിച്ച് ഓഫ് പൊസിഷനിലാണ്. ഇനി നമുക്ക് നോക്കാം ഈ സ്വിച്ച് ഓഫ് പൊസിഷനിലായിരിക്കുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ആദ്യം നടക്കുമെന്ന് നോക്കാം. റൈറ്റ്, എന്തൊക്കെ നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഇത് പോസിറ്റീവ് ചാർജ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇത് നമ്മുടെ സ്ഫിയറിന്റെ സർഫസിൽ എല്ലായിടത്തും ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് ചിലപ്പം തോന്നും പലയിടത്തും പല പൊട്ടൻഷ്യൽ ആയിരിക്കുന്നു. പക്ഷെ അല്ല, ബിക്കോസ് ഒരു കണ്ടക്ടർ ആണ്. കണ്ടക്ടർ ആണെങ്കിൽ എല്ലായിടത്തും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കണം. അതായത് നമ്മുടെ പോസിറ്റീവ് ചാർജ് ഈ സെന്ററിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എന്താണോ അത് തന്നെ ആയിരിക്കണം ഇവിടെയും ഇവിടെയും ഇതിന്റെ സർഫസിലും എല്ലായിടത്തും. ഓക്കെ, റൈറ്റ്. എന്ന് വെച്ചാൽ അവന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണ് ഇനിഷ്യലി. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്ക് ആലോചിച്ച് നോക്കാം, ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് എർത്തഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ 0 ആവണം. നമുക്കറിയാം ഓൾറെഡി അവന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർഫസിലെ പൊട്ടൻഷ്യൽ 0 ആകണം എന്നുണ്ടെങ്കിൽ റൈറ്റ് നമ്മുടെ എർത്തിൽ നിന്ന് കുറച്ച് നെഗറ്റീവ് ചാർജസ് ഈ ഒബ്ജക്റ്റിനകത്തോട്ട് വരണം. കാര്യം എങ്കിൽ മാത്രമേ ഓൾറെഡി പോസിറ്റീവ് ആയിരിക്കുന്ന സർഫസിലെ പൊട്ടൻഷ്യലിനെ 0 ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്കറിയാം ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എർത്തിൽ നിന്ന് കുറച്ച് നെഗറ്റീവ് ചാർജസ് ഈ ഒബ്ജക്റ്റിലോട്ട് കയറി വരും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും പറയാം നമ്മുടെ ഈ ഒബ്ജക്റ്റിൽ നിന്ന് കുറച്ച് പോസിറ്റീവ് ചാർജസ് എർത്തിലോട്ട് ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞാലും മതി. ഇതെല്ലാം ഈക്വലന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൽ നിന്ന് എത്ര ചാർജാണ് ഈ ഒബ്ജക്റ്റിനകത്തോട്ട് വരുന്നത്. ഓക്കെ, റൈറ്റ്. എങ്കിൽ അതിനു മുന്നേ ഇവിടെ ഒരു ചെറിയൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. റൈറ്റ്, അതായത് ഇതൊരു കണ്ടക്ടറാണ്. ഞാൻ ഈ അടുത്ത് ചാർജ് കൊണ്ടുവച്ചാലും ഈ കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ഈ എർത്തിൽ നിന്ന് നമ്മുടെ ഈ ഒബ്ജക്റ്റിനകത്തോട്ട് കുറച്ച് ചാർജ് പമ്പ് ചെയ്യപ്പെടുമല്ലോ. ആ ചാർജ് ഇതിന്റെ സർഫസിൽ യൂണിഫോം ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. അതൊരു പോയിന്റ് ആണ്. അതായത് നമുക്ക് ചിലപ്പം തോന്നും ഓക്കെ റൈറ്റ്, അതായത് ഇവിടെ ഡിസ്റ്റൻസ് കുറവല്ലേ, ഇവിടെ ഡിസ്റ്റൻസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങോട്ട് വരുന്ന ചാർജിന്റെ പുറത്ത് ഇവിടെ കുറച്ച് കൂടുതൽ ഫോഴ്സ് ആക്ട് ചെയ്യും, ഇവിടെയൊക്കെ കുറച്ച് കുറവായിരിക്കും ഫോഴ്സ്. സോ ചിലപ്പോൾ ഈ സൈഡിൽ കൂടുതൽ ചാർജസ് അക്യുമുലേറ്റ് ചെയ്യും. നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല, ബിക്കോസ് ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വരുന്ന ചാർജ് ഇതിനകത്ത് യൂണിഫോം ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആലോചിക്കുക എത്ര എമൗണ്ട് ചാർജ് ആണ് വരുന്നത്, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന്. ഐഡിയ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സർഫസിലെ വോൾട്ടേജ് 0 ആണ്. എങ്കിൽ നമുക്ക് സർഫസിലെ ടോട്ടൽ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ വോൾട്ടേജ് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യാം. സോ നമുക്ക് നോക്കാം സർഫസിലെ ടോട്ടൽ വോൾട്ടേജ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ സർഫസിൽ കൊടുക്കുന്ന വോൾട്ടേജ് ആൻഡ് നമ്മുടെ വന്ന ചാർജ് എല്ലാം കൂടെ സർഫസിൽ പ്രൊവൈഡ് ചെയ്യുന്ന വോൾട്ടേജ്. റൈറ്റ്, ഇനി ഇവൻ സർഫസിൽ കൊടുക്കുന്ന വോൾട്ടേജ് എത്രയാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഓൾറെഡി K/Q/R അതാണ് ഇവൻ സർഫസിൽ കൊടുക്കുന്ന വോൾട്ടേജ്. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഓൾറെഡി കണ്ടക്ടേഴ്സ് ഇക്വി പൊട്ടൻഷ്യൽസ് ആൻഡ് കണ്ടക്ടേഴ്സ് എന്ന സെക്ഷനകത്ത് ഞാനത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു കൂടെ പറയാം. നമുക്ക് ചിലപ്പം തോന്നും ഓക്കെ റൈറ്റ് ഇത് പ്ലസ് ക്യൂ ചാർജ് അല്ലേ, അതുകൊണ്ട് തന്നെ ഈ പ്ലസ് ക്യൂ ചാർജ് ഞാൻ ഈ കണ്ടക്ടറിന്റെ അടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻഡ്യൂസ്ഡ് ചാർജ് ഉണ്ടാവത്തില്ല, ഇവിടെ കുറച്ച് മൈനസ് ക്യൂടെ പ്ലസ് ക്യൂ ഉണ്ടാവത്തില്ലേ. സോ ഇതിന്റെ അകത്തുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്യൂ ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ പ്ലസ് ഇൻഡ്യൂസ്ഡ് ചാർജസ് എല്ലാം കൂടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ആയിരിക്കും. പക്ഷെ ഞാൻ ഇപ്പൊ എന്ത് മാത്രമേ എഴുതിയുള്ളൂ, ഈ ക്യൂ മാത്രം ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ മാത്രമേ എഴുതിയുള്ളൂ. അപ്പൊ അത് മിസ്റ്റേക്ക് അല്ലേ എന്ന്. പക്ഷെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഇൻഡ്യൂസ്ഡ് ചാർജ് എല്ലാം കൂടെ സെന്ററിൽ പ്രൊവൈഡ് ചെയ്യുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. ബിക്കോസ് ഈ നെഗറ്റീവ്സിന് എക്സാക്ട്ലി ഈ പോസിറ്റീവ്സ് ക്യാൻസൽ ചെയ്യും. ബിക്കോസ് ഈ റേഡിയസ് എല്ലായിടത്തും എക്സാക്ട്ലി സെയിം ആണ്. ഓക്കെ, ആൻഡ് സെന്ററിലെ പൊട്ടൻഷ്യൽ ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് ബാക്കി എല്ലായിടത്തെയും പൊട്ടൻഷ്യൽ, ബിക്കോസ് അതൊരു കണ്ടക്ടർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും മനസ്സിലായി ഈ ക്യൂ കാരണം സെന്ററിലെ പൊട്ടൻഷ്യൽ
അല്ലെങ്കിൽ സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ആൻഡ് അടുത്തത് നമ്മുടെ എർത്തിൽ നിന്ന് വരുന്ന ചാർജ് ഇതിന്റെ സർഫസിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എങ്കിൽ അവൻ കാരണം കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന എക്സ്ട്രാ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ചാൽ കെ. നമുക്കറിയാം അത് സർഫസിൽ യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സർഫസിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം സെന്റർ ഇരിക്കുന്നതിൽ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ കെ ക്യു ഇ ഡിവൈഡഡ് ബൈ ദിസ് റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ആർ. ഇനി നമുക്കറിയാം ഇത് എത്രയാണ്? 0 ആണ്. ഓക്കെ, റൈറ്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. റൈറ്റ്, ഒരു പ്രാവശ്യം കൂടെ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇതാണ് നമ്മുടെ സ്ഫിയർ. ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ചാർജ് സർഫസിലോട്ട് വരും. നമുക്കറിയാം സർഫസിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ 0 ആവണം. സർഫസിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ ഏതൊക്കെയാ? ഒന്ന് എവൻ സർഫസിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ആൻഡ് നമ്മുടെ കയറി വന്ന ഈ ക്യൂ ഇ സർഫസിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ. ഈ എവൻ സർഫസിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ കെ ക്യൂ ബൈ ആർ. ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് എന്തുകൊണ്ടാണ് ഇൻഡ്യൂസ്ഡ് ചാർജസിന് അവിടെ റോൾ ഇല്ലാത്തതെന്ന്. പ്ലസ് എവൻ സർഫസിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എവൻ സർഫസിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതെല്ലാം സെന്റർ ഇരിക്കുന്ന ഈക്വലന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അവൻ സർഫസിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ക്യൂ ഇ ബൈ ആർ. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് സർഫസിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ കിട്ടി. സർഫസിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ സ്ഫിയറിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ, ബിക്കോസ് ഒരൊറ്റ പൊട്ടൻഷ്യൽ ആണ് എല്ലായിടത്തും. റൈറ്റ്, ഇനി നമുക്കറിയാം അത് 0 ആണ്. സോ ഞാൻ 0 ഇക്വേറ്റ് ചെയ്തു. എങ്കിൽ എനിക്ക് ഇതിനകത്ത് ക്യൂ ഇ കാൽക്കുലേറ്റ് ചെയ്യാം. എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് കെ ക്യൂ ഇ ബൈ ആർ ഈക്വൽ ടു മൈനസ് കെ ക്യൂ ബൈ ആർ. എന്റെ കെയും ക്യാൻസൽ ചെയ്ത് പോയി. അല്ലെങ്കിൽ എനിക്ക് എഴുതാം ക്യൂ ഇ ഈക്വൽ ടു മൈനസ് ക്യൂ ബൈ ആർ ടൈംസ് ആർ. ഓക്കെ, അപ്പോൾ ഇത്രയും ചാർജാണ് നമ്മുടെ എർത്തിൽ നിന്ന് ഈ ഒബ്ജക്റ്റിലോട്ട് കയറി വരുന്ന ചാർജ്. ഇനി നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ഈ ക്യൂ പോസിറ്റീവ് ആണ്, ആർ പോസിറ്റീവ് ആണ്, ആർ പോസിറ്റീവ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യൂ ഇ നെഗറ്റീവ് ആണ്. നമ്മൾ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യുകയും ചെയ്തു നമ്മുടെ എർത്തിൽ നിന്ന് ഈ സാധനത്തിലോട്ട് കയറി വരുന്ന ചാർജ് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളത് കണ്ടെത്തുകയും ചെയ്തു. അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ഇതൊരു സ്ഫിയർ ആണ് ആൻഡ് ഈ സ്ഫിയറിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആണ്. അതൊരു കണ്ടക്ടിങ് സ്ഫിയർ ആണ് ആൻഡ് ഇതിനെ എർത്ത് ചെയ്തിട്ടുണ്ട്. ഇനിഷ്യലി നമ്മുടെ സ്വിച്ച് ഓഫ് ആണ് ആൻഡ് നമ്മുടെ ഈ സ്ഫിയറിന്റെ സെന്ററിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെ ഒരു 2q ചാർജ് ഉണ്ട് ആൻഡ് ഒരു 2r ഡിസ്റ്റൻസ് അകലെ ഒരു q ചാർജ് ഉണ്ട്. ഓക്കെ, റൈറ്റ്. നമുക്ക് എന്തായാലും അറിയാം മുമ്പത്തെ സെയിം സ്റ്റോറി. ബിക്കോസ് ഈ രണ്ട് ചാർജസും കാരണം ഇതിന്റെ സർഫസിൽ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. ഞാൻ എർത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എർത്തിൽ നിന്ന് നെഗറ്റീവ് ചാർജസിന്റെ സർഫസിൽ വരും. എന്തിന്? അതിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ 0 ആക്കാൻ. സോ നമുക്ക് അറിയേണ്ടത് ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് ചാർജ് വിച്ച് ഫ്ലോസ് ടു എർത്ത് വെൻ എസ് ഈസ് ക്ലോസ്ഡ്. നമുക്കറിയേണ്ടത് എർത്തിലോട്ട് എത്ര ചാർജ് പോയെന്നാ. ഓക്കെ, അത് വളരെ സിമ്പിൾ ആണ്. ബിക്കോസ് ഈ ഒബ്ജക്റ്റിലോട്ട് എത്ര ചാർജ് വന്നോ അതിന്റെ ജസ്റ്റ് നെഗറ്റീവ് വേർഷൻ ആണ് എർത്തിലോട്ട് പോയത്. ബിക്കോസ് നമുക്കറിയാം ഇവിടെ നിങ്ങോട്ട് +5 വരുന്ന ഈക്വലന്റ് ആണ്, ഇവിടെ നിങ്ങോട്ട് -5 പോകുന്നത്. ഓക്കെ, റൈറ്റ്. സോ നമ്മൾ എസെൻഷ്യലി അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ എർത്തിൽ നിന്ന് ഇതിലോട്ട് എത്ര ചാർജ് വന്നു എന്നാണ്. എന്നിട്ട് അതിന്റെ നെഗറ്റീവ് സൈൻ എടുത്താൽ മതി. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും പറയാം, ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ഫിയറിന്റെ സർഫസിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ 0 ആണ്. സോ ഞാനത് ഇക്വേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ സ്ഫിയറിന്റെ സർഫസിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദിസ് ചാർജ്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദിസ് ചാർജ് എന്ന് പറഞ്ഞാൽ അതായത് 2q എന്ന് പറഞ്ഞാൽ k 2q ഡിവൈഡഡ് ബൈ ദിസ് ഡിസ്റ്റൻസ് r പ്ലസ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദിസ് k q ഡിവൈഡഡ് ബൈ 2r പ്ലസ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു നമ്മുടെ എർത്തിൽ നിന്ന് കയറി വന്ന ചാർജ്. എർത്തിൽ നിന്ന് കയറി വന്ന ചാർജ് എത്രയാണെന്ന് വെച്ചാൽ സപ്പോസ് ഞാൻ അതും ക്യൂ ഇ എന്നെടുക്കുന്നു. റൈറ്റ്, നമുക്കറിയാം ആ ക്യൂ ഇ സർഫസിൽ യൂണിഫോം ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ അത് കാരണം സർഫസിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ചാൽ കെ ക്യൂ ഇ ബൈ ആർ. ഓക്കെ, റൈറ്റ്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ശ്രദ്ധിക്കണം. ബിക്കോസ് ഈ ക്യൂ ചാർജസ് ഉള്ളതുകൊണ്ട് അവന്റെ സർഫസിൽ പോളറൈസേഷൻ കാരണം ചാർജസ് ഉണ്ടാവാം. സോ അവരും പൊട്ടൻഷ്യൽ കോൺട്രിബ്യൂട്ട് ചെയ്യില്ലെന്നൊക്കെ തിങ്ക് ചെയ്യാം. പക്ഷെ അതെല്ലാം എക്സാക്ട്ലി ക്യാൻസൽ ചെയ്ത് പോകും. ഞാൻ സർഫസിലെ വോൾട്ടേജ് കണ്ടുപിടിച്ചു, സർഫസിലെ പൊട്ടൻഷ്യൽ തന്നെ ആയിരിക്കും എല്ലായിടത്തും. അതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ ഇവിടെ ഇൻഡ്യൂസ്ഡ് ചാർജസ് കാരണമുള്ള പൊട്ടൻഷ്യൽ ഞാൻ കൺസിഡർ ചെയ്യാത്തത്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇതാണ് സർഫസിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ. നമുക്കറിയാം സർഫസിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ 0 ആണ്. സോ ഇത് 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. എങ്കിൽ ഇതിനെനിക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം? ക്യൂ ഇ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഫുൾ സ്റ്റെപ്പ് ചെയ്യുന്നില്ല, കുറച്ച് സ്റ്റെപ്സ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യാം. എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് കെ ക്യൂ ഇ ബൈ ആർ ഈക്വൽ ടു മൈനസ്, ഓക്കെ റൈറ്റ്, എനിക്ക് എല്ലാത്തിനും ഓക്കെ റൈറ്റ്, മൈനസ് കെ 2q ബൈ ആർ പ്ലസ് കെ q ബൈ 2r. ഓക്കെ, റൈറ്റ്. എനിക്ക് എല്ലാത്തിനകത്തുനിന്നും കെയുടെ ടേംസ് എനിക്ക് ക്യാൻസൽ ചെയ്യാം.
റൈറ്റ്? എങ്കിൽ എനിക്ക് എഴുതാം അതിനകത്ത് ദാറ്റ് ഇംപ്ലൈസ് QE ഈക്വൽ ടു R ബൈ, ഓക്കെ റൈറ്റ്, എനിക്ക് ഈ R രണ്ടും എനിക്ക് പുറത്തോട്ട് എടുക്കാം. സോ R രണ്ടും പുറത്തോട്ട് വന്നു. ആൻഡ് എനിക്ക് ഈ രണ്ട് ക്യൂവും എനിക്ക് പുറത്തോട്ട് എടുക്കാം. സോ ആ ക്യൂവും പുറത്തോട്ട് വന്നു. വിത്ത് ഓൾറെഡി മൈനസ് സൈൻ ഇവിടെ ഉണ്ട്. എങ്കിൽ ബാക്കി ഇതിനകത്ത് വരാൻ പോകുന്നത് ഒരു 2ന്റെ ടേം ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു പ്ലസ് ഹാഫ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. എങ്കിൽ അടുത്ത ഞാൻ ഈ പ്രോബ്ലത്തിൽ ഒരു സ്ലൈറ്റ് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുവാണ്. സപ്പോസ് ഇനിഷ്യലി നമ്മുടെ ഈ സ്ഫിയറിന്റെ പുറത്ത് ഒരു ചാർജ് ഉണ്ടായിരുന്നു എന്ന് വെച്ചോ. അതായത് ഒരു ക്യൂ എമൗണ്ട് ചാർജ് ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. അതായത് ഇനിഷ്യലി അവന്റെ സർഫസിൽ ഒരു ക്യൂ എമൗണ്ട് ചാർജ് ഇനിഷ്യലി ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കും. റൈറ്റ്, അപ്പോഴും നമുക്ക് എഴുതാം സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം. ഓക്കെ റൈറ്റ്, അവന്റെ സർഫസിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ അപ്പോഴും 0 ആയിരിക്കും. റൈറ്റ്, ഓക്കെ റൈറ്റ്. എങ്കിൽ ഞാൻ ഇതേ സെയിം കാൽക്കുലേഷൻ ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യും. പക്ഷെ ഒരേ ഒരു വ്യത്യാസം ഒരിക്കലും ഇവിടെ വരാൻ പോകുന്നത്. അത് ഞാൻ ഇങ്ങനെ ആയിരിക്കും എഴുതുന്നത്. റൈറ്റ്, അതായത് ഇനിഷ്യലി ഒരു ക്യൂ ചാർജ് ഉണ്ട്, ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുന്നു. എങ്കിൽ അവിടെ വരാൻ പോകുന്ന കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാ, ഇനിഷ്യലി ഒരു ക്യൂ ചാർജ് ഉണ്ട്, ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അറിയാം എർത്തിൽ നിന്ന് ഇതിലോട്ട് കുറച്ച് ചാർജസ് അപ്പൊ കയറി വരും. ഓക്കെ റൈറ്റ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ സർഫസിലുള്ള ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ എർത്തിൽ നിന്ന് വന്ന ചാർജ് മാത്രമല്ല, ഓൾറെഡി അവിടെ ഒരു ചാർജ് ഉണ്ട്, അതും കൂടെയാണ്. ഓക്കെ റൈറ്റ്, സോ എനിക്ക് ഈ സർഫസിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ചാർജ് എന്താണെന്ന് മാത്രം പറയാൻ പറ്റില്ല, എർത്തിൽ നിന്ന് വന്നത് മാത്രമാണെന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മുടെ ഓൾറെഡി ഉള്ള ചാർജ് പ്ലസ് എർത്തിൽ നിന്ന് വന്ന ചാർജ്, അതാണ് സർഫസിലെ ടോട്ടൽ ചാർജ്. ഓക്കെ റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതേ സെയിം കാൽക്കുലേഷൻ ഞാൻ അത് തന്നെ ആയിരിക്കും എഴുതുന്നത്. പക്ഷേ ഒരു സ്ലൈറ്റ് വ്യത്യാസം മാത്രമേ കാണത്തുള്ളൂ. അതായത് സർഫസിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എവൻ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ പ്ലസ് എവൻ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ആൻഡ് സർഫസിലുള്ള ടോട്ടൽ ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ. എവൻ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഇനീഷ്യലി ഞാൻ ഫസ്റ്റ് കേസിൽ എഴുതിയ അതേ സംഭവം തന്നെയാണ്. അതായത് ഞാൻ എന്തെഴുതും, K 2Q ബൈ R പ്ലസ് K Q ബൈ 2R പ്ലസ് അടുത്ത ടേമാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. അതായത് സർഫസിൽ ഇനിഷ്യലി ഒരു ചാർജ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എർത്തിൽ നിന്നൊരു ചാർജും കൂടെ വരുന്നതുകൊണ്ട് തന്നെ സർഫസിലെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ QE മാത്രമല്ല, സർഫസിലെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ QEയും ഇതും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ്. സോ നമുക്ക് എഴുതാം സർഫസിലെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ, ഇനി ഞാൻ അതിനെ സർഫസിലെ ടോട്ടൽ ചാർജ് Q ഫൈനൽ എന്ന് എഴുതുവാണ്. ഓക്കെ റൈറ്റ്, Q ഫൈനൽ ഈക്വൽ ടു Q ഫൈനൽ K ഡിവൈഡഡ് ബൈ R ഈക്വൽ ടു 0. ഞാൻ ഇങ്ങനെ ആയിരിക്കും എഴുതുന്നത്. എങ്കിൽ എനിക്ക് ഇതിനകത്ത് തന്നെ മുമ്പത്തെ സെയിം കാൽക്കുലേഷൻ എനിക്ക് എന്ത് ചെയ്യാം, Q ഫൈനൽ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. റൈറ്റ്, അതായത് എനിക്ക് എന്ത് കിട്ടും, സർഫസിൽ എത്ര ചാർജ് ഉണ്ടെന്ന് എനിക്ക് കിട്ടും. എങ്കിൽ എനിക്ക് അതിനകത്തുനിന്ന് നമ്മുടെ എർത്തിൽ നിന്ന് എത്ര ചാർജ് കയറി വന്നു എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ റൈറ്റ്, Q ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യലി സർഫസിൽ ഉണ്ടായിരുന്ന ചാർജ് പ്ലസ് ചാർജ് ഫ്രം എർത്ത് ആണ്. ഓക്കെ റൈറ്റ്, അപ്പൊ എനിക്കിപ്പോ ഇതറിയാം, ഇത് ഓൾറെഡി നമുക്കറിയാം. എങ്കിൽ എനിക്ക് എഴുതാം Q ഫ്രം എർത്ത് ഈക്വൽ ടു Q ഫൈനൽ മൈനസ് Q. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് നമ്മുടെ മുമ്പത്തെ അതേപോലത്തെ പ്രോബ്ലം, എൻ്റെ ഒരു സ്ഫിയർ ഉണ്ട് ആൻഡ് അതിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ R. റൈറ്റ്, എൻ്റെ ഒരു ചാർജ് ഉണ്ട്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ചാർജ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. റൈറ്റ്, എങ്കിൽ നമുക്ക് നോക്കാം ഈ ചാർജ് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന്. നമുക്ക് ഓൾറെഡി അറിയാം, സപ്പോസ് ഈ ചാർജ് ഇവിടെ ഇരിക്കുവാണെങ്കിൽ ഇവന്റെ സർഫസിൽ എന്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ഉണ്ടാവും. സപ്പോസ് ഒരു പോസിറ്റീവ് വോൾട്ടേജ് ഉണ്ടാവും. ഞാൻ ഇവിടെ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അറിയാം എർത്തിൽ നിന്ന് ഒരു പർട്ടിക്കുലർ Q ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരും. എന്തിനാ, സർഫസിലെ വോൾട്ടേജ് 0 ആക്കാൻ. റൈറ്റ്, ഇനി നമ്മുടെ ഈ ചാർജ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം ഈ ചാർജ് ഇങ്ങോട്ട് അതായത് ഇങ്ങോട്ട് വരും തോറും ഇവന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ മോർ ആൻഡ് മോർ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കും. എങ്കിൽ ഞാൻ അപ്പോഴും ഈ എർത്തിങ് ഇവിടെ കണക്ട് ചെയ്തേക്കുവാണെങ്കിൽ ഇവിടുന്ന് മോർ ആൻഡ് മോർ നെഗറ്റീവ് ചാർജസ് ഇങ്ങോട്ട് കയറി വരും. എന്തിന്, സർഫസിലെ വോൾട്ടേജ് 0 ആക്കാൻ. എന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ഈ ചാർജ് ഒരു V വെലോസിറ്റിയിൽ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അതിനനുസരിച്ച് തന്നെ ഇവിടെ നിങ്ങോട്ട് നെഗറ്റീവ് ചാർജസും പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഈ വയറിൽ കൂടെ ചാർജസ് മൂവ് ചെയ്യുന്നുണ്ട്, എന്ന് വെച്ചാൽ നമ്മുടെ വയറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. എങ്കിൽ നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞതാണ്, ഫൈൻഡ് ദ കറണ്ട് ത്രൂ ദ അമീറ്റർ വെൻ ചാർജ് ഈസ് അറ്റ് 2R ഫ്രം ദ സെന്റർ ഓഫ് ദ സ്ഫിയർ. അതായത് നമ്മുടെ സ്ഫിയറിൽ നിന്ന് 2R ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോൾ നമ്മുടെ അമീറ്ററിൽ നിന്ന് എത്ര കറണ്ടാണ് അമീറ്ററിനകത്ത് റീഡ് ചെയ്യുന്നതെന്ന്. ഓക്കെ റൈറ്റ്, സോ നമുക്ക് എന്തായാലും അറിയാം നമ്മുടെ അമീറ്ററിലെ കറണ്ട്, അമീറ്ററിൽ കാണിക്കാൻ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിനകത്തൂടെ പാസ് ചെയ്ത് പോകുന്ന ചാർജിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അതായത് നമുക്കറിയാം I അമീറ്റർ ഈക്വൽ ടു D ബൈ dt ഓഫ്
ക്യൂ എർത്ത്, ബിക്കോസ് എർത്തിൽ നിന്നാണല്ലോ അത് വരുന്നത്. സോ ഡി ബൈ ഡി ടി ഓഫ് ക്യൂ എർത്ത്. സോ ഞാൻ എന്തെങ്കിലും ചെയ്ത് ഈ ക്യൂ എർത്തിന് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചിട്ട് അതിനെ വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഇനി ക്യൂ എർത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാമോ? അറിയാം, നമ്മൾ ഇത്രയും നേരം ആ കാൽക്കുലേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് പറയാം, സപ്പോസ് ഇനീഷ്യലി നമ്മുടെ ഈ ചാർജ് ഇതിന്റെ സെന്ററിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് എന്തായാലും അറിയാം അവന്റെ സർഫസിലെ വോൾട്ടേജ് 0 ആയിരിക്കും, ബിക്കോസ് ഇവിടെ എർത്ത് ചെയ്തേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം സർഫസിലെ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു, ഓക്കെ റൈറ്റ്, ഒന്ന് ഇവൻ സെന്ററിൽ കൊടുക്കുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ അവൻ സർഫസിൽ കൊടുക്കുന്ന വോൾട്ടേജ് രണ്ടും സെയിം ആണ്, ഈക്വൽ ടു കെ ക്യൂ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് നമുക്കറിയാം ഇവിടെ നിന്ന് എത്രയോ ഒരു ചാർജ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അതാണ് ക്യൂ ഇ. അത് സർഫസിൽ യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ അത് സർഫസിൽ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ക്യൂ എർത്ത് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ. ഓക്കെ റൈറ്റ്, ഈക്വൽ ടു 0. എനിക്ക് ഇതിനകത്ത് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് കെ ക്യൂ എർത്ത് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ക്യൂ ബൈ ആർ. എനിക്ക് കെയും ക്യാൻസൽ ചെയ്യാം. എനിക്ക് അതിനെ എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ക്യൂ എർത്ത് ഈക്വൽ ടു ക്യൂ ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ വിത്ത് എ മൈനസ് സൈൻ. ഓക്കെ, സോ നമുക്ക് ക്യൂ ഇ കിട്ടി. എങ്കിൽ നമുക്കറിയാം നമ്മുടെ കറണ്ട് ഐ എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് ക്യൂ ഇ, അല്ലാന്നുണ്ടെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് മൈനസ് ക്യൂ ആർ ബൈ ആർ. ഓക്കെ റൈറ്റ്, നമുക്കറിയാം മൈനസ് ക്യൂ ആർ കോൺസ്റ്റന്റ് ആണ്, ബാക്കി ഡി ബൈ ഡി ടി ഓഫ് 1 ബൈ ആർ. ഓക്കെ റൈറ്റ്, ബിക്കോസ് ആർ വേരിയബിൾ ആണ്, ബിക്കോസ് ഇവിടെ ആർ വേരി ചെയ്യുന്നുണ്ട്, ഈ സാധനം അടുത്തോട്ട് മൂവ് ചെയ്യുവാണ്. ഓക്കെ, എങ്ങനെ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ഐ ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ ആർ ഡി ബൈ ഡി ടി ഓഫ് 1 ബൈ ആർ. എന്തുവാണ് 1 ബൈ ആർ എന്ന് പറഞ്ഞാൽ ആർ റൈസ് ടു -1. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ -1 ആർ റൈസ് ടു -1 അതായത് -2 എന്ന് വെച്ചാൽ -1 ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഓക്കെ റൈറ്റ്, ആ മൈനസും ക്യാൻസൽ ചെയ്ത് പോകും. സോ എനിക്ക് എഴുതാം ഐ ഈസ് ഈക്വൽ ടു ക്യൂ ആർ ബൈ ആർ സ്ക്വയർ ടൈംസ് ഡി ആർ ബൈ ഡി ടി. റൈറ്റ്, ഓക്കെ. ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യലി ആർ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, എങ്കിൽ ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം ഡി ടി എന്ന് പറഞ്ഞാൽ മൈനസ് വി ആണ്, വെലോസിറ്റി അല്ല മൈനസ് വെലോസിറ്റിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് പോകുന്നതോറും ഈ ആർ കുറഞ്ഞു വരിക. സോ നെഗറ്റീവ് ഡി ആർ ബൈ ഡി ടി ആണ് വെലോസിറ്റി. ഓക്കെ റൈറ്റ്, സോ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് വി. ഓക്കെ റൈറ്റ്, പക്ഷെ നമുക്ക് ആക്ച്വലി കറണ്ടിന്റെ അബ്സല്യൂട്ട് വാല്യൂ മതി. സോ നമുക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ഐ ഈസ് ഈക്വൽ ടു ക്യൂ ആർ ബൈ ആർ സ്ക്വയർ ടൈംസ് വി. വി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാർജ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരുന്ന വെലോസിറ്റി. നമുക്കറിയേണ്ട എന്തുവാണ്? കറണ്ട് വെൻ അറ്റ് 2r ഫ്രം ദ സെന്റർ, അതായത് നമ്മുടെ സെന്ററിൽ നിന്ന് 2r ഡിസ്റ്റൻസിലുള്ള കറണ്ടാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ഐ അറ്റ് ആർ ഈക്വൽ ടു 2r ഈക്വൽ ടു QR ഡിവൈഡഡ് ബൈ 2r ഹോൾ സ്ക്വയർ, ബിക്കോസ് ഞാൻ ഇവിടെ കിടക്കുന്ന ആറിന് പകരം 2r കൊടുത്തു, ഹോൾ സ്ക്വയർ ടൈംസ് വി. അല്ലാന്നുണ്ടെങ്കിൽ എഴുതാം ക്യൂ ആർ ബൈ 4r സ്ക്വയർ ടൈംസ് വി. റൈറ്റ്, ഇതും ക്യാൻസൽ ആയി പോയി. സോ എനിക്ക് എഴുതാം ഐ ഈസ് ഈക്വൽ ടു ഐ അറ്റ് ആർ ഈക്വൽ ടു 2r ഈക്വൽ ടു ക്യൂ ബൈ 4r വി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് എൻ്റെ രണ്ട് കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ഉണ്ട്. സ്മോളർ സ്ഫിയറിന്റെ റേഡിയസ് R1, വലിയ സ്ഫിയറിന്റെ റേഡിയസ് ആണ് R2. ഞാൻ ഇതിനെ നമ്മുടെ ഇന്നർ സ്ഫിയറിനെ ഞാൻ എർത്ത് ചെയ്തിട്ടുണ്ട്. ഇനിഷ്യലി സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ നമുക്കറിയാം ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് എന്ത് സംഭവിക്കുന്നു നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ഔട്ടർ സ്ഫിയറിന്റെ പുറത്ത് ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇന്നർ സ്ഫിയറിന്റെ പുറത്ത് ഇനിഷ്യലി ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും ഉണ്ടാവുന്നത്. ബിക്കോസ് നമുക്കറിയാം നമ്മുടെ ഔട്ടർ സ്ഫിയറിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എന്താണോ അത് തന്നെയായിരിക്കും ഇന്നർ സ്ഫിയറിന്റെ പുറത്ത് ചാർജ് ഇല്ലെങ്കിൽ അതിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ. ഓക്കെ, ബിക്കോസ് നമ്മുടെ ഔട്ടർ സ്ഫിയറിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും അതിനകത്തുള്ള എല്ലാ പോയിന്റ്സിലും. സോ നമ്മുടെ ഇന്നർ സ്ഫിയറിന്റെ പുറത്ത് ചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ ഔട്ടർ സ്ഫിയറിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എന്താണോ അത് തന്നെയായിരിക്കും നമുക്ക് ഓൾറെഡി അറിയാവുന്നത്. ഓക്കെ റൈറ്റ്, എങ്കിൽ നമുക്കറിയാം നമ്മുടെ ഇന്നർ സ്ഫിയറിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണ്. എങ്കിൽ ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ആ പൊട്ടൻഷ്യൽ എത്രയാവണം? 0 ആവണം. പൊട്ടൻഷ്യൽ 0 ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എർത്തിൽ നിന്ന് ഇതിലോട്ട് നെഗറ്റീവ് ചാർജസ് കയറി വരണം. സോ എന്തായാലും നമുക്ക് മനസ്സിലായി ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എർത്തിൽ നിന്ന് ഇതിലോട്ട് ചാർജ് പമ്പ് ചെയ്യപ്പെടും. സോ നമുക്ക് ആ ചാർജ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.
ഓക്കെ, ചാർജ് ഓൺ ദ ഇന്നർ ഷെൽ ആഫ്റ്റർ ക്ലോസിംഗ് ദ സ്വിച്ച്. ഓക്കെ റൈറ്റ്. നമുക്ക് എന്തായാലും അറിയാം ഇന്നർ ഷെല്ലിന്റെ പൊട്ടൻഷ്യൽ 0 ആണ്. സോ നമുക്ക് ഇന്നർ ഷെല്ലിന്റെ പൊട്ടൻഷ്യൽ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം, എന്നിട്ട് 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. റൈറ്റ്. ഓക്കെ, ഇന്നർ ഷെല്ലിന്റെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മുടെ ഇന്നർ ഷെല്ലിന്റെ പുറത്തുള്ള ചാർജ് ആണ് QE. ഓക്കെ റൈറ്റ്. എങ്കിൽ ഇന്നർ ഷെല്ലിന്റെ പുറത്തുള്ള പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ചാൽ നമുക്കറിയാം. ഓക്കെ റൈറ്റ്. ഇതിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പുറത്തിരിക്കുന്ന മുഴുവൻ ചാർജും സെന്ററിൽ ഇരിക്കുന്ന തുല്യമാണ്. സോ സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KQE ഡിവൈഡഡ് ബൈ അതിന്റെ റേഡിയസ് R1 പ്ലസ് ആൻഡ് നമ്മുടെ ഔട്ടർ ഷെല്ലിൽ ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ. ഔട്ടർ ഷെല്ലിൽ ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഔട്ടർ ഷെല്ലിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ തന്നെയാണ് ഇവിടെയും കൊടുക്കാൻ പോകുന്ന പൊട്ടൻഷ്യൽ. ഔട്ടർ ഷെല്ലിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ KQ ഡിവൈഡഡ് ബൈ R2. ഓക്കെ റൈറ്റ്. ഇനി നമുക്കറിയാം ഇതെന്തിന് ഈക്വൽ ആണ്? 0ക്ക് ഈക്വൽ ആണ്. എന്ന് വെച്ചാൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് KQE ഡിവൈഡഡ് ബൈ R1 ഈക്വൽ ടു മൈനസ് KQ ഡിവൈഡഡ് ബൈ R2. ദാറ്റ് ഇംപ്ലൈസ് കെയും ക്യാൻസൽ ചെയ്ത് പോകുന്നു. എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് QE ഈക്വൽ ടു Q വിത്ത് എ മൈനസ് സൈൻ R1 ബൈ R2. റൈറ്റ്. ആക്ച്വലി നമ്മൾ ഇത് എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ്, ബിക്കോസ് ഈ നെഗറ്റീവ് സൈൻ നമുക്കറിയാം ഇവിടെ നിന്ന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും അങ്ങോട്ട് കയറി വരുന്നത്. എങ്കിൽ എനിക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ റീഫ്രെയിം ചെയ്യാം. സപ്പോസ് ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എർത്തിലോട്ട് എത്ര ചാർജ് പോകും? എങ്കിൽ ചാർജ് ടു എർത്തിലോട്ട് പോകുന്ന ചാർജ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇതിലോട്ട് -5 വന്നാൽ അതിന്റെ അർത്ഥം എർത്തിലോട്ട് +5 പോയെന്നാണ് ഇക്വലന്റ്ലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിലോട്ട് പോയ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഫിയറിലോട്ട് വന്ന ചാർജിന്റെ നെഗറ്റീവ് വെർഷൻ എന്ന് വെച്ചാൽ -Q എർത്ത്, അതായത് QR1 ബൈ R2. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സപ്പോസ് ഇത് 3 കോൺസെൻട്രിക് ഷെൽസ് ആണ്. റൈറ്റ്. ഇതാണ് ഒരു ഷെൽ, ഇതാണ് അടുത്ത ഷെൽ, ഇതാണ് അടുത്ത ഷെൽ. റൈറ്റ്. നമ്മുടെ ആദ്യത്തെ ഷെല്ലിന്റെ റേഡിയസ് ആണ് സ്മോൾ r, അടുത്തത് 2r, അടുത്തത് 3r. ഓക്കെ, ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നർ ഷെല്ലിന്റെ പുറത്ത് ചാർജ് ഒന്നുമില്ല, ഔട്ടർ ഷെല്ലിന്റെ പുറത്ത് ഇനീഷ്യലി ചാർജ് ഒന്നുമില്ല, ആൻഡ് അത് എർത്ത് ചെയ്തിട്ടുണ്ട്, ഇനീഷ്യലി സ്വിച്ച് ഓഫ് ആണ്. നമ്മുടെ ഔട്ടർ ഷെൽ ഏറ്റവും പുറത്ത്, ഔട്ടർ ഷെല്ലിന്റെ പുറത്തുള്ള ചാർജ് ക്യാപിറ്റൽ Q. റൈറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ സിസ്റ്റം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഷെൽ A ആൻഡ് C ആഫ്റ്റർ ക്ലോസിംഗ് ദ സ്വിച്ച്. അതായത് നമ്മുടെ ഈ സ്വിച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം എയുടെ പുറത്തുള്ള പൊട്ടൻഷ്യൽ എത്ര ആൻഡ് സിയുടെ പുറത്തുള്ള പൊട്ടൻഷ്യൽ എത്ര. ഓക്കെ റൈറ്റ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. എയുടെ പുറത്തുള്ള പൊട്ടൻഷ്യൽ ആഫ്റ്റർ ക്ലോസിംഗ് ദ സ്വിച്ച് വളരെ ഈസിയാണ്. ഓക്കെ, നമുക്കത് ഫോർമലി കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് വെറുതെ എയുടെ പുറത്തുള്ള പൊട്ടൻഷ്യൽ എന്താണെന്ന് വെറുതെ നമുക്കൊന്ന് ആലോചിക്കാം. കോൺസെപ്ഷ്യലി നമുക്ക് ആലോചിക്കാം. റൈറ്റ്. അത് 0 ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, റൈറ്റ്, നമ്മുടെ ബിയുടെ സർഫസിലെ പൊട്ടൻഷ്യൽ എത്രയാ? 0. റൈറ്റ്. ഓക്കെ, എങ്കിൽ എയുടെ സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റിന്ന് 1 യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ഇവിടെ എത്തിക്കാനുള്ള വർക്ക് ഡൺ അല്ലേ? ഓക്കെ, നമുക്ക് നല്ല ചുക്കാം. ഇൻഫിനിറ്റിന്ന് 1 യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ഇവിടെ എത്തിക്കാനുള്ള വർക്ക് ഡൺ 0 ആണ്, ബിക്കോസ് ഞാൻ ഇവിടുത്തെ പൊട്ടൻഷ്യൽ 0 ആയിട്ടാണ് ചൂസ് ചെയ്തേക്കുന്നത്. റൈറ്റ്. ആൻഡ് ഇവിടെ തൊട്ട് ഇതുവരെ എത്തിക്കാനുള്ള വർക്ക് ഡൺ. നമുക്കറിയാം നമ്മുടെ ഇന്നർ സ്ഫിയറിന്റെ പുറത്ത് ചാർജ് ഒന്നുമില്ല. റൈറ്റ്. ഇന്നർ സ്ഫിയറിന്റെ പുറത്ത് ചാർജ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ട് ഇതുവരെ എത്തിക്കാൻ ഞാൻ എക്സ്ട്രാ വർക്ക് ഒന്നും ചെയ്യേണ്ട, ബിക്കോസ് ഇവിടെ ഫീൽഡ് ലൈൻസ് ഒന്നും കാണത്തില്ല. സോ ഞാൻ ഒരു ഫോഴ്സിന് എഗനിസ്റ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇൻഫിനിറ്റിന് ഇതുവരെ എത്തിക്കാനുള്ള വർക്ക് എത്രയാണോ അത് തന്നെയാണ് ഇവിടം തൊട്ട് ഇതുവരെ എത്തിക്കാനും. എന്ന് വെച്ചാൽ സ്വിച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം എയുടെ സർഫസിലെ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. നമുക്കത് ഫോർമലി കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ വെറുതെ അങ്ങ് എഴുതിയതാ. അതായത് V@A ഈക്വൽ ടു 0. ഓക്കെ റൈറ്റ്. അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഷെൽ A ആൻഡ് C ആഫ്റ്റർ ക്ലോസിംഗ് ദ സ്വിച്ച്. അതായത് നമുക്ക് എവന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ, എവന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ വേണം. നമുക്കറിയാം എന്തായാലും ഞാൻ ഈ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, റൈറ്റ്, ഇനീഷ്യലി എവന്റെ സർഫസിലുള്ള ചാർജ് പോസിറ്റീവ് ആണ്. സോ ഇവ ഇവിടെ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ 0 ആവണം. സോ ഇതിൽ നിന്ന് ഇങ്ങോട്ട് നെഗറ്റീവ് ചാർജ് കയറി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിഡിൽ സ്ഫിയറിന്റെ പുറത്ത് എക്സ്ട്രാ കുറച്ച് ചാർജ് വരും. സോ ആ ചാർജ് എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ എനിക്ക് എവന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എത്ര, എവന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് നോക്കാം നമുക്ക് ആ ചാർജ് എങ്ങനെ കണ്ടുപിടിക്കാന്ന്. റൈറ്റ്. നമുക്ക് എന്തായാലും എഴുതാം സ്വിച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം സപ്പോസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന ചാർജ് QE ആണെന്ന് വെച്ചു. എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്ഫിയറിന്റെ പുറത്തുള്ള ചാർജ് QE ആണ്. എങ്കിൽ അവന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ 0 ആവണമെങ്കിൽ നമുക്ക് നോക്കാം അവന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒന്ന് എവൻ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ, ആൻഡ് എവൻ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എത്രയെന്ന് വെച്ചാൽ 0 ആണ്, ബിക്കോസ് അവന്റെ പുറത്ത് ചാർജ് പോലും ഇല്ല. റൈറ്റ്. ആൻഡ് എവന്റെ പുറത്തുള്ള ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ അത് എത്രയാണെന്ന് വെച്ചാൽ നമുക്കറിയാം എവന്റെ സർഫസിൽ മൊത്തവും QE ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് സെന്റർ ഇരിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KQE ഡിവൈഡഡ് ബൈ 2R പ്ലസ്
ദേ ഇവൻ സർഫസിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ. റൈറ്റ്, ഇവൻ ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എന്താണോ അതാണ് അവൻ കൊടുക്കാൻ പോകുന്നത്. ഇവന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കെ, അവന്റെ പുറത്തുള്ള ചാർജ് ക്യൂ ഡിവൈഡഡ് ബൈ ദിസ് ഡിസ്റ്റൻസ്. ഓക്കെ, ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3r. ഓക്കെ, അപ്പൊ അതാണ് സ്വിച്ച് ക്ലോസ് ചെയ്തതിനു ശേഷം ഇവന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ. ആൻഡ് നമുക്കറിയാം ആ സാധനം 0 ആണ്. എങ്കിൽ എനിക്ക് ഇതിനെ എഴുതാം, ദാറ്റ് ഇംപ്ലൈസ് കെ ക്യൂ ഇ ബൈ 2r ഈക്വൽ ടു മൈനസ് കെ ക്യൂ ബൈ 3r. എന്റെ കെയും ക്യാൻസൽ ചെയ്ത് പോവും. ഓക്കെ, റൈറ്റ്, ഒരു ആറും ക്യാൻസൽ ചെയ്ത് പോവും. എങ്കിൽ എനിക്ക് എഴുതാം ക്യൂ ഇ ഈക്വൽ ടു 2/3 ക്യൂ വിത്ത് എ മൈനസ് സൈൻ. ഓക്കെ, സോ നമുക്ക് ഇവന്റെ സർഫസിലെ ചാർജ് എത്രയാണ് നമുക്ക് കിട്ടി. ഓക്കെ, റൈറ്റ്. എങ്കിൽ ഇനി നമുക്ക് എവന്റെ സർഫസിലെ വോൾട്ടേജ് കണ്ടുപിടിക്കാം, എവന്റെ സർഫസിലെ വോൾട്ടേജ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എഴുതാം വി അറ്റ് സി, വി അറ്റ് എ. വി അറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എവന്റെ സർഫസിലെ വോൾട്ടേജ്. എവന്റെ സർഫസിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവൻ കൊടുക്കുന്ന വോൾട്ടേജ് പ്ലസ് എവൻ കൊടുക്കുന്ന വോൾട്ടേജ്. ബിക്കോസ് എവന്റെ സർഫസിൽ ചാർജ് ഇല്ല, സോ എവന്റെ സർഫസിൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, റൈറ്റ്. എങ്കിൽ എയുടെ സർഫസിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദേ ബി എവന് പുറത്താണ് നിൽക്കുന്നത്, സോ എവൻ ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എവന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ. നമുക്കറിയാം അവന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന സ്ഫിയറിന്റെ പുറത്തുള്ള ചാർജ് ക്യൂ ഇ ആണ്. സോ കെ ക്യൂ ഇ ഡിവൈഡഡ് ബൈ 2r പ്ലസ് നമ്മുടെ ഔട്ടർ സ്ഫിയർ ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ. ഔട്ടർ സ്ഫിയർ ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കെ അവന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ ആണ്. സോ കെ ക്യൂ ഡിവൈഡഡ് ബൈ 3r. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം ഞാൻ ഇപ്പൊ ഈ കണ്ടുപിടിച്ച ഈ ഒബ്ജക്റ്റ്. ഓക്കെ, അതാണ് ഇത് കെ ക്യൂ ഇ ബൈ 2r കെ ക്യൂ ബൈ 3r. റൈറ്റ്, നമുക്ക് ഓൾറെഡി അറിയാം ആ സാധനം 0 ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇത് പ്രെഡിക്റ്റ് ചെയ്യുകയും ചെയ്തു. സോ നമുക്ക് മനസ്സിലായി അവന്റെ സർഫസിലെ വോൾട്ടേജ് 0 ആണ്. ഓക്കെ, എങ്കിൽ ഔട്ടർ ഷെല്ലിന്റെ കാര്യം. ഔട്ടർ ഷെല്ലിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓക്കെ വി സി ഈക്വൽ ടു ഔട്ടർ ഷെല്ലിനെ സംബന്ധിച്ചിടത്തോളം എവന്റെ സർഫസിലെ ചാർജും എവന്റെ സർഫസിലെ ചാർജ് ഉണ്ടെങ്കിൽ അതും എല്ലാം സെന്റർ ഇരിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം ടോട്ടൽ പൊട്ടൻഷ്യൽ കെ ടോട്ടലി സെന്ററിൽ വരുന്ന ചാർജ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവന്റെ സർഫസിൽ വരുന്ന ചാർജ് ക്യൂ ആൻഡ് എവന്റെ സർഫസിൽ ഇരിക്കുന്ന ചാർജ് ക്യൂ ഇ. സോ ടോട്ടൽ സെന്ററിൽ വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ ക്യൂ പ്ലസ് ക്യൂ ഇ ഡിവൈഡഡ് ബൈ ദിസ് ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3r. ഓക്കെ, റൈറ്റ്. നമ്മൾ ഓൾറെഡി ക്യൂ ഇ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സപ്പോസ് എൻ്റെ 3 കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ഉണ്ട്. റൈറ്റ്, മുമ്പത്തെ പ്രോബ്ലത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്റെ സ്ഫിയേഴ്സിന് ഒരു പർട്ടിക്കുലർ തിക്നെസ് ഉണ്ട്. റൈറ്റ്, ഓക്കെ, അപ്പൊ ഇത് കണ്ടക്ടിങ് സ്ഫിയേഴ്സ് ആണ്, ഒരു പർട്ടിക്കുലർ തിക്നെസ് ഉള്ള സ്ഫിയേഴ്സ് ആണ്. റൈറ്റ്, ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിന്റെ ഏറ്റവും അകത്തുള്ള അതായത് ഏറ്റവും ആദ്യത്തെ സ്ഫിയർ അതിന്റെ പുറത്തുള്ള ചാർജാണ് പ്ലസ് ക്യൂ. നമ്മുടെ നടുക്കത്തെ സ്ഫിയർ ഇനീഷ്യലി അതിന്റെ പുറത്ത് ചാർജ് ഒന്നുമില്ല, ഞാൻ അതിനെ എർത്ത് ചെയ്തിട്ടുണ്ട്, എന്റെ സ്വിച്ച് ഇപ്പോൾ ഓഫ് ആണ്. റൈറ്റ്, എന്റെ ഔട്ടർ സ്ഫിയറിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് പ്ലസ് 2q ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഫൈൻഡ് ദ ചാർജ് ഓൺ ഇന്നർ ആൻഡ് ഔട്ടർ സർഫസ് ഓഫ് ദ ഷെൽ സി. അതായത് ഈ മൂന്നാമത്തെ ഷെല്ലിന്റെ ഇന്നർ സർഫസിലും ഔട്ടർ സർഫസിലും ഉള്ള ചാർജ് എത്രയാണ് ആഫ്റ്റർ ക്ലോസിംഗ് ദ സ്വിച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം. നമുക്കൊന്ന് ആലോചിക്കാം സ്വിച്ച് ക്ലോസ് ചെയ്തതിനു ശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന്. ഞാൻ ഈ സ്വിച്ച് ക്ലോസ് ചെയ്താൽ നോക്കുക, ഇനിഷ്യലി നമ്മുടെ ഈ ഷെല്ലിന്റെ പുറത്തും ചാർജ് ഉണ്ട്, ഈ ഷെല്ലിന്റെ പുറത്തും ചാർജ് ഉണ്ട്. സോ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും എവന്റെ പുറത്ത് എന്തായാലും അപ്ലൈ ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, വൺസ് ഞാൻ ഈ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എവന്റെ പുറത്തുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ 0 ആവണം. അത് എങ്ങനെയായിരിക്കും 0 ആവുന്നത്? ഗ്രൗണ്ടിൽ നിന്ന് ചാർജ് അങ്ങോട്ട് കയറി വരും, അങ്ങനെയായിരിക്കും പൊട്ടൻഷ്യൽ എന്തായാലും 0 ആവുന്നത്. റൈറ്റ്, അപ്പൊ എന്തായാലും എവന്റെ പുറത്ത് എക്സ്ട്രാ ചാർജ് വരും. എക്സ്ട്രാ ചാർജ് വരുന്ന സമയത്ത് ഇവിടെ പല ഫിനോമിനാസും നടക്കും. ബിക്കോസ് ഇത് ഒരു പർട്ടിക്കുലർ തിക്നെസ് ഉള്ള ഷെല്ലാണ്. സോ ഇതാണ് നമ്മുടെ ഷെല്ലെങ്കിൽ ഇവിടെ എക്സ്ട്രാ കുറച്ച് ചാർജ് വരുമ്പോൾ ഇതിനകത്ത് ഇവിടെ കുറച്ച് നെഗറ്റീവ് ചാർജസ് ഇവിടെ വരും, ഇവിടെ കുറച്ച് പോസിറ്റീവ് ചാർജസ് വരും. സോ ഇവിടെ ചാർജിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ മാറും. ഇന്നർ ഷെല്ലും ഔട്ടർ ഷെല്ലും ഒക്കെ ചാർജ് ഒക്കെ ജനറേറ്റ് ചെയ്യും. സോ ഇവിടെ ഫസ്റ്റത്തെ എയിം എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ മിഡിൽ നടുക്കിരിക്കുന്ന ആ ഷെല്ലിന്റെ പുറത്തുള്ള ചാർജ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. വൺസ് അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം. നമുക്ക് എന്തായാലും അറിയാം, സപ്പോസ് ഞാൻ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങോട്ട് എന്തായാലും ഒരു ചാർജ് കയറി ചെല്ലും. ആ ചാർജ് അതിന്റെ സർഫസിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടോട്ടൽ പൊട്ടൻഷ്യൽ ഓൺ നമ്മുടെ മിഡിൽ ഷെൽ, അതാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം അത് 0 ആണ്. സോ ഞാൻ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. റൈറ്റ്, നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ്
നമ്മുടെ ഈ ഷെല്ലിന്റെ പുറത്തുള്ള പൊട്ടൻഷ്യൽ ആരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഒന്ന് എവൻ പൊട്ടൻഷ്യൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് എവന്റെ പുറത്ത് ചാർജ് ഉണ്ട്, ആ ചാർജ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് നമ്മുടെ ഔട്ടർ ഷെല്ല് അതിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എന്താണോ അത് തന്നെ ഇതിന്റെ പുറത്ത് വരികയും ചെയ്യും. എന്ന് വെച്ചാൽ എനിക്ക് എഴുതാം ടോട്ടൽ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു ടോട്ടൽ പൊട്ടൻഷ്യൽ ഈക്വൽ ടു ആദ്യം അകത്തുള്ള ആൾ കൊടുക്കുന്നത് എവന്റെ അകത്താണല്ലോ എവൻ നിൽക്കുന്നത്, സോ എവന്റെ പുറത്തുള്ള മുഴുവൻ ചാർജും സെന്ററിലേക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ എവൻ സർഫസിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കെ അവന്റെ പുറത്തുള്ള ചാർജ് ക്യൂ ഡിവൈഡഡ് ബൈ ദിസ് ഡിസ്റ്റൻസ് R2 പ്ലസ് ആൻഡ് എവന്റെ പുറത്തുള്ള മുഴുവൻ ചാർജും സെന്ററിലേക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ അവൻ സർഫസിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ കെ ക്യൂ ഇ ഡിവൈഡഡ് ബൈ R2 പ്ലസ് ആൻഡ് എവൻ ഇവിടെ പൊട്ടൻഷ്യൽ കൊടുക്കുന്നുണ്ട്, അത് ആക്ച്വലി എവന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ 2Q ഡിവൈഡഡ് ബൈ R3. ഇനി നമുക്കറിയാം അവന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ 0 ആയിരിക്കണം, ബിക്കോസ് അവന് എർത്ത് ചെയ്തേക്കുവാണ്. ഓക്കെ റൈറ്റ്. എങ്കിൽ എനിക്ക് ഇതിനകത്ത് എഴുതാം ക്യൂ ഇ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എനിക്ക് എഴുതാം കെ ക്യൂ ഇ ബൈ R2 ഈക്വൽ ടു, ഞാൻ ഓവറോൾ മൈനസ് സൈൻ പുറത്തെടുക്കുന്നു, ബാക്കി അപ്പുറത്ത് പോകുമ്പോൾ കെ 2Q ബൈ R3 പ്ലസ് കെ ക്യൂ ബൈ R2. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം എനിക്ക് കെയുടെ ടേം എനിക്ക് ഓവറോൾ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് എഴുതാം ക്യൂ ഇ ഡിവൈഡഡ് ബൈ R2 ഈക്വൽ ടു, എനിക്ക് രണ്ടിൽ നിന്നും ക്യൂവിന്റെ ടേം കോമൺ എടുക്കാം. സോ മൈനസ് ക്യൂ, കെയുടെ ടേം ക്യാൻസൽ ചെയ്ത് പോയി, സോ 2 ബൈ R3 പ്ലസ് കെയുടെ ടേം പോയി, ബാക്കി അവിടെ ഉള്ളത് റൈറ്റ് 1 ബൈ R2. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ R2 അങ്ങോട്ട് മൾട്ടിപ്ലൈ തന്നെ എഴുതാം, ദാറ്റ് ഇംപ്ലൈസ് ക്യൂ ഇ ഈക്വൽ ടു R2 മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ക്യൂ ഇൻറ്റു 2R2 ബൈ R3 പ്ലസ് 1. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം എന്റെ ക്യൂ ഇ ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ 1 പ്ലസ് 2R2 ബൈ R3. ഓക്കെ റൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ നടുക്കിരിക്കുന്ന സ്ഫിയറിന്റെ പുറത്ത് ജനറേറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ചാർജ്. ഓക്കെ, അതായത് എർത്തിങ് കാരണം വരുന്ന ചാർജ്. ഓക്കെ, എങ്കിൽ എനിക്ക് നമ്മുടെ ആക്ച്വൽ ക്വസ്റ്റ്യൻ എനിക്ക് അഡ്രസ് ചെയ്യണം, അതായത് പുറത്തിരിക്കുന്ന ഷെല്ലിന്റെ ഇന്നർ സർഫസിലും ഔട്ടർ സർഫസിലും ഉള്ള ചാർജ് എത്രയാണ്. ഓക്കെ റൈറ്റ്, നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അത് സപ്പോസ് ഇതാണ് നമ്മുടെ ഡയഗ്രാം. നമുക്ക് എന്തായാലും അറിയാം നമ്മുടെ അകത്തെ ഷെല്ലിന്റെ പുറത്ത് പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്. സോ അത് എന്തായാലും ഫ്ലക്സ് ലൈൻസ് പുറത്തോട്ട് വരും, ഫീൽഡ് ലൈൻസ് പുറത്തോട്ട് വരും. ആൻഡ് നമ്മുടെ ഈ മിഡിൽ ഇരിക്കുന്ന സ്ഫിയറിന്റെ അകത്ത് എന്തായാലും ഫീൽഡ് ലൈൻസ് വരാൻ പാടില്ല, ബിക്കോസ് അത് കണ്ടക്ടറാണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇവിടുന്ന് വരുന്ന ഫീൽഡ് ലൈൻസ് എല്ലാം എക്സാക്ട്ലി എന്ത് ചെയ്യണം, ഇതിന്റെ ഈ സർഫസിൽ ടെർമിനേറ്റ് ചെയ്യണം. അങ്ങനെ ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഈ സർഫസിൽ എക്സാക്ട്ലി മൈനസ് ക്യൂ ചാർജ് ഉണ്ടാവണം. ഓക്കെ, നമുക്കത് ഓൾറെഡി അറിയാം. ഒരു ക്യൂ ചാർജിൽ നിന്ന് വരുന്ന ഫീൽഡ് ലൈൻസിനെ എല്ലാം എക്സാക്ട്ലി ക്യാപ്ചർ ചെയ്യണമെങ്കിൽ മൈനസ് ക്യൂ ചാർജ് എക്സാക്ട്ലി വേണമെങ്കിൽ മാത്രമേ കംപ്ലീറ്റ്ലി തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് മനസ്സിലായി നമ്മുടെ മിഡിൽ സ്ഫിയറിന്റെ ഇന്നർ സർഫസിൽ എക്സാക്ട്ലി മൈനസ് ക്യൂ ചാർജ് ഉണ്ടാവണം. ഓക്കെ, എങ്കിൽ നമുക്കിവിടെ വേറൊരു കാര്യം അറിയാം. നമ്മുടെ മിഡിൽ സ്ഫിയറിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ക്യൂ ഇ ആണ്. ബിക്കോസ് ഇനിഷ്യലി മിഡിൽ സ്ഫിയറിന്റെ പുറത്ത് ചാർജ് ഇല്ലായിരുന്നു, എർത്തിങ് വഴി ക്യൂ ഇ ചാർജ് കിട്ടി. സോ ആകെ ക്യൂ ഇ ഉള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, മൈനസ് ക്യൂ ചാർജ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഔട്ടർ സ്ഫിയറിൽ എത്ര എമൗണ്ട് ചാർജ് ഉണ്ടാവണം, ക്യൂ ഇ പ്ലസ് ക്യൂ ചാർജ് ഔട്ടർ സ്ഫിയറിൽ ഉണ്ടായാലേ പറ്റൂ. കാര്യം എങ്കിൽ മാത്രമേ എനിക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്യൂവും ക്യാൻസൽ ചെയ്ത് പോയി ക്യൂ ഇ ടോട്ടൽ ചാർജ് എന്ന് കിട്ടത്തുള്ളൂ. സോ നമുക്ക് മനസ്സിലായി നമ്മുടെ മിഡിൽ സ്ഫിയറിന്റെ ഔട്ടർ സർഫസിലെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ഇ പ്ലസ് ക്യൂ ആണ്. ഇനി ആക്ച്വലി അവിടെ എന്താ സംഭവിച്ചത്, വേറെ ഒന്നുമല്ല, ബിക്കോസ് ഞാൻ എർത്ത് ചെയ്ത സമയത്ത് ടോട്ടൽ ക്യൂ ഇ ചാർജ് കയറി വന്നു, അത് സർഫസിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയി. ഇനി അകത്തൊരു പ്ലസ് ക്യൂ ഉണ്ടായിരുന്നു, ആ പ്ലസ് ക്യൂ കാരണം ഇതിനകത്തിരിക്കുന്ന ന്യൂട്രൽ ചാർജസ് ഉണ്ടല്ലോ, ന്യൂട്രൽ ചാർജസ് അല്ല ന്യൂട്രൽ എലമെന്റ്സ്, അത് പ്ലസ് ക്യൂ മൈനസ് ക്യൂ ആയിട്ട് സ്പ്ലിറ്റ് ആവും. അതിൽ മൈനസ് ക്യൂ താഴെ വരും, പ്ലസ് ക്യൂ മുകളിൽ പോവും. സോ മൈനസ് ക്യൂ താഴെ വന്നു, പ്ലസ് ക്യൂ മുകളിൽ പോയി. ഓൾറെഡി പ്ലസ് അവിടെ ഒരു പ്ലസ് ക്യൂ ഇ സർഫസിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ കൂടെ നമ്മുടെ ഈ പ്ലസ് ക്യൂവും കൂടെ ചെല്ലുമ്പോൾ ഔട്ടർ സർഫസിൽ പ്ലസ് ക്യൂ ഇ, ഇന്നർ സർഫസിൽ മൈനസ് ക്യൂ. അതാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ തിങ്ക് ചെയ്യേണ്ട, നമുക്ക് ആൾജിബ്രിക്കലി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ എഴുതാം, ബിക്കോസ് ചാർജ് കൺസർവേഷൻ കാരണം. ഓക്കെ റൈറ്റ്. എങ്കിൽ ഇനി ഇതിന്റെ പുറത്തുള്ള സർഫസ് ഞാൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അറിയാം, ഈ സർഫസിൽ എക്സാക്ട്ലി ക്യൂ ഇ പ്ലസ് ക്യൂ ചാർജ് ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് പുറത്തോട്ട് ഫീൽഡ് ലൈൻസ് വരും, റൈറ്റ്.
ഓക്കെ, ഇനി ദേ ഇവിടെ ഒരിക്കലും ഫീൽഡ് ലൈൻസ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന ഫീൽഡ് ലൈൻസ് എക്സാക്ട്ലി നമ്മുടെ പുറത്ത്, അതായത് ഔട്ടർ സ്ഫിയറിന്റെ ഇന്നർ സർഫസിൽ ടെർമിനേറ്റ് ചെയ്യണം. അങ്ങനെ ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഔട്ടർ സ്ഫിയറിന്റെ ഇന്നർ സർഫസിന്റെ പുറത്ത് എക്സാക്ട്ലി എത്ര എമൗണ്ട് ചാർജ് ഉണ്ടാവണം? മൈനസ് ക്യു ഇ പ്ലസ് ക്യൂ ചാർജ് ഉണ്ടാവണം. സോ നമുക്ക് മനസ്സിലായി ഔട്ടർ സർഫസിന്റെ ഇന്നർ സർഫസിൽ, ഔട്ടർ സ്ഫിയറിന്റെ ഇന്നർ സർഫസിൽ മൈനസ് ക്യൂ പ്ലസ് ക്യൂ ഉണ്ട്. എങ്കിൽ അതിന്റെ പുറത്ത് എത്രയാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഇതിന്റെ പുറത്ത് ടോട്ടലി ഉള്ള ചാർജ് എത്രയാണ്? 2q. ഓക്കെ, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുറത്തെ സർഫസിലുള്ളത് എക്സാക്ട്ലി എത്രയായിരിക്കണം? 2q പ്ലസ് QE പ്ലസ് ക്യൂ ആയിരിക്കണം. കാര്യം എങ്കിൽ മാത്രമേ പുറത്തെ സർഫസിൽ എക്സാക്ട്ലി 2q പ്ലസ് QE പ്ലസ് ക്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ കൂടെ ഇന്നർ സർഫസിലുള്ള ഈ മൈനസ് ക്യൂ ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ ടേമും ക്യാൻസൽ ചെയ്ത് പോയി എനിക്ക് 2q എന്ന് കിട്ടുന്നുള്ളൂ. സോ നമുക്ക് മനസ്സിലായി പുറത്ത് എത്രയുണ്ടെന്ന്. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ഓക്കെ ക്യൂ ഇന്നർ സർഫസിലുള്ള ചാർജ് എത്രയെന്ന് വെച്ചാൽ മൈനസ് QE പ്ലസ് ക്യൂ. ഔട്ടർ സർഫസിലുള്ള ചാർജ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ സർഫസ് ഈക്വൽ ടു പ്ലസ്, നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒരു 2q ഉണ്ട്, ഇവിടെ ഒരു q ഉണ്ട്, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3q പ്ലസ് QE. അപ്പൊ അതാണ് ഔട്ടർ സ്ഫിയറിന്റെ ഔട്ടർ സർഫസിലുള്ള ടോട്ടൽ ചാർജ്. ഇനി നമ്മൾ ഓൾറെഡി QE ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ QE എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമ്മുടെ ആൻസർ ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി മെറ്റൽ സ്ഫിയേഴ്സ് എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ സംഭവിക്കും, എത്ര എമൗണ്ട് ചാർജസ് വരും, ചാർജസ് എങ്ങനെ റീഅറേഞ്ച് ചെയ്യും, നമ്മൾ ഈ കോൺസിക്വൻസുകളൊക്കെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനി അടുത്ത് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ മെറ്റൽ പ്ലേറ്റ്സിനെ പറ്റിയാണ്. അതായത് നമ്മളിവിടെ സംസാരിക്കുന്നത് ജസ്റ്റ് തിൻ ആയിട്ടുള്ള ഷീറ്റ്സ് അല്ല, അതായത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള മറ്റേ ഇൻഫിനിറ്റ് ഷീറ്റ്സ് അതിനെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത് തിക്ക് ആയിട്ടുള്ള മെറ്റൽ പ്ലേറ്റ്സിനെ പറ്റിയാണ്. റൈറ്റ്. സോ നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ തിക്ക് ആയിട്ടുള്ള മെറ്റൽ പ്ലേറ്റ്സിനെ ഞാൻ എർത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലായിരിക്കും ചാർജ് ഡിസ്ട്രിബ്യൂഷൻ മാറുന്നത്, ചാർജസ് എവിടെ നിന്ന് എങ്ങോട്ട് വരും. സോ നമുക്ക് ഇത്തരം ഡീറ്റെയിൽസ് ആണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. സോ നമുക്ക് ആദ്യം നമ്മുടെ മെറ്റൽ പ്ലേറ്റ്സിന്റെ കുറച്ച് നേച്ചറും അവരെങ്ങനെയാണ് ഈ ഇലക്ട്രിക് ഫീൽഡിനോടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നതെന്നൊക്കെ ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് അതിന്റെ എർത്തിങ്ങിനെ പറ്റി സംസാരിക്കാം. ഓക്കെ, റൈറ്റ്. അപ്പൊ ഫസ്റ്റ് സപ്പോസ് ഇതൊരു മെറ്റൽ പ്ലേറ്റ് ആണ്, റൈറ്റ്. ഒരു പർട്ടിക്കുലർ തിക്നെസ് ഉള്ള ഒരു മെറ്റൽ പ്ലേറ്റ് ആണ്. ഓക്കെ, റൈറ്റ്. ഞാൻ ഇതിലോട്ട് കുറച്ച് ചാർജ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. സപ്പോസ് ഞാൻ ഇതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ചാർജ് ആണ് Q. നമുക്കറിയാം ഞാൻ ഇതിലോട്ട് Q ചാർജ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. അതായത് ഇതിന്റെ ഈ സൈഡിൽ Q/2 ചാർജും വരും, ഈ സൈഡിലും Q/2 ചാർജ് വരും. ഓക്കെ, റൈറ്റ്. എങ്കിൽ ഇതിന്റെ പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് വെച്ചാൽ എനിക്ക് എഴുതാം E = ഇതൊരു മെറ്റൽ സർഫസ് ആണ്. ഒരു മെറ്റൽ സർഫസിന് ജസ്റ്റ് ഔട്ട് സൈഡുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ σ/ε0. സോ σ/ε0 ഇതാണ് ഇതിന് പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഇനി നമുക്കറിയാം ഇത് ഇൻഫിനിറ്റ് ആണ് എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് ഇവിടെയുള്ള എല്ലാ പോയിന്റ്സും സിമെട്രിക് ആണ്. സോ ഇവിടെ എല്ലായിടത്തും ഒരേ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ആൻഡ് നമുക്ക് ഓൾറെഡി വേറൊരു കാര്യം അറിയാം, നമുക്ക് ഇൻഫിനിറ്റ് ഷീറ്റിന്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്. അതേ ജോമെട്രിക്കൽ സ്ട്രക്ചർ തന്നെ ഇവിടെയും. സോ ഇവിടെയും എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം തന്നെ ആയിരിക്കും. ഓക്കെ, റൈറ്റ്. സോ നമുക്കറിയാം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് σ/ε0. പിന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്, അത് ശ്രദ്ധിക്കണം. ഇവിടുത്തെ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ ഈ സർഫസിന്റെ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ചാർജ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക, ഞാനിപ്പോൾ ഈ സർഫസ് എടുക്കുവാണെങ്കിൽ ഇതിന്റെ ഏരിയ A ആണെങ്കിൽ അതിന്റെ പുറത്തുള്ള ചാർജ് Q അല്ല, Q/2 ആണ്. സോ സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q/2/A ആണ്. ഓക്കെ, റൈറ്റ്. ഇനി അതേസമയം ഞാൻ ടോട്ടൽ Q എടുക്കുവാണെങ്കിൽ ഞാൻ ടോട്ടൽ ഏരിയ എടുക്കണം. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഏരിയ പ്ലസ് ഈ ഏരിയ, അതായത് 2A. അങ്ങനെയാണെങ്കിൽ Q/2A എങ്കിലും ആൻസർ കറക്റ്റ് ആണ്. സോ അപ്പോൾ ഇതാണ് അവിടുത്തെ ചാർജ് പെർ യൂണിറ്റ് ഏരിയ, ഇതാണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്ക് ഇനി അടുത്ത് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ഞാൻ ഈ മെറ്റൽ പ്ലേറ്റിനടുത്ത് ഞാൻ മറ്റൊരു മെറ്റൽ പ്ലേറ്റ് കൊണ്ടുവയ്ക്കുവാണ്. മറ്റൊരു മെറ്റൽ പ്ലേറ്റ് ആണ്. എനിക്കറിയേണ്ടത് എന്ത് സംഭവിക്കും? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ ഇവിടെ ഒരു പ്ലസ് Q/2 ചാർജ് ഇവിടെ ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് എന്തായാലും അറിയാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തുണ്ടാവും? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും, റൈറ്റ്. ആൻഡ് ഇത് ഇൻഫിനിറ്റ് ഷീറ്റ് ആണ്, അതായത് രണ്ട് ഇൻഫിനിറ്റ് സൈസ് ഉള്ളതാണ്. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന എല്ലാ ഫീൽഡ് ലൈൻസും ഇതിന്റെ സർഫസിൽ എത്തും. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇനി അടുത്തത്, ഇതിന്റെ സർഫസിൽ എത്തത്തേ ഉള്ളൂ, അത് അകത്ത് പോകത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു മെറ്റലിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്നാവും. പക്ഷെ അങ്ങനെ ഇല്ലല്ലോ, ഒരു മെറ്റലിനകത്ത് ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരിടത്തും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
ഇവിടെ നിന്ന് വരുന്ന എല്ലാ ഇലക്ട്രിക് ഫീൽഡും എക്സാക്ട്ലി ഇതിന്റെ സർഫസിൽ ടെർമിനേറ്റ് ചെയ്യുമെന്നാണ്. അതായത് ഈ സർഫസിൽ ടെർമിനേറ്റ് ചെയ്യുമെന്നാണ്. അങ്ങനെ ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ ഈ ചാർജ് Q/2 ആണെങ്കിൽ ഇതിന്റെ സർഫസിൽ എക്സാക്ട്ലി -Q/2 ചാർജ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർഫസിൽ എക്സാക്ട്ലി -Q/2 ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, കാര്യം എങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് വരുന്ന ഫീൽഡ് ലൈൻസ് എക്സാക്ട്ലി ഇതിന്റെ സർഫസിൽ ടെർമിനേറ്റ് ചെയ്യത്തുള്ളൂ. ആൻഡ് നമുക്കറിയാം ഈ സാധനം മൊത്തത്തിൽ ന്യൂട്രൽ ആണ്. അപ്പൊ ഈ സൈഡിൽ -Q/2 വന്നു കഴിഞ്ഞാൽ ഇപ്പൊ സൈഡിൽ +Q/2 വന്നാലേ പറ്റത്തുള്ളൂ, ബിക്കോസ് ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. സോ നമുക്ക് മനസ്സിലായി, ഞാനൊരു ചാർജ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫിനിറ്റ് പ്ലേറ്റിന്റെ അടുത്ത് ഞാൻ മറ്റൊരു ചാർജ് കൊണ്ടുവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും, മറ്റൊരു പ്ലേറ്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും അവിടുത്തെ ചാർജസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. എങ്കിൽ അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ, സപ്പോസ് ഞാൻ ഇപ്പൊ പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, അതായത് ഇതൊരു പ്ലേറ്റ് ആണ് ആൻഡ് ഇതിന്റെ പുറത്തുള്ള ചാർജ് Q1 ആണ് ആൻഡ് ഇത് മറ്റൊരു പ്ലേറ്റ് ആണ്. ഇതിന്റെ പുറത്ത് മുമ്പ് ചാർജ് ഇല്ലായിരുന്നു, പക്ഷെ ഇനി ഞാൻ അതിന്റെ പുറത്ത് വേറൊരു ചാർജ് ഉണ്ട്, ആ ചാർജ് Q2 ആണെന്ന് വെച്ചു. നമുക്കറിയേണ്ടത് ഇവിടെ എന്തൊക്കെ വ്യത്യാസം വരുമെന്നാണ്. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. ഇതിന്റെ പുറത്തുള്ള ചാർജ് Q1 ആണെങ്കിൽ നമുക്കറിയാം ഈ സൈഡിൽ Q1/2, ഇവിടെയും Q1/2 രീതിയിൽ ചാർജ് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, റൈറ്റ്. ഞാൻ തൽക്കാലം ഞാൻ ഇതിനെപ്പറ്റി തിങ്ക് ചെയ്യുന്നില്ല, ഇതിന്റെ പുറത്തുണ്ടാകുന്ന സ്പ്ലിറ്റിങ്ങിനെ പറ്റി തിങ്ക് ചെയ്യുന്നില്ല, ഞാൻ ഇതിനെപ്പറ്റി മാത്രം സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. റൈറ്റ്, ഇവിടെ Q/2 ഉണ്ട്, സോ ഇവിടെ നിങ്ങോട്ട് ഫീൽഡ് ലൈൻസ് വരും. ആ ഫീൽഡ് ലൈൻസ് എല്ലാം എക്സാക്ട്ലി ഇവിടെ ടെർമിനേറ്റ് ചെയ്യണം. ഇവിടെ ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ ഈ സൈഡിൽ എത്ര ചാർജ് ഉണ്ടാവണം? -Q1/2. ഓക്കെ, റൈറ്റ്. ഇവിടെ -Q1/2 ഉണ്ടെങ്കിൽ ഇവിടെ എക്സാക്ട്ലി +Q1/2 ഈ സൈഡിൽ ഉണ്ടാവണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് Q2 ആണ്. ആ Q2 ചാർജ് അനങ്ങിയിട്ടില്ല, അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. എന്നിട്ടും ഇവിടെ -Q1/2 ഇൻഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് +Q1/2 വന്നാലേ പറ്റത്തുള്ളൂ. ഓക്കെ, റൈറ്റ്. ടോട്ടൽ ചാർജ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ Q2 തന്നെ, ബിക്കോസ് ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 0 ആവും, ഇത് Q2 തന്നെ കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇവിടുത്തെ ചാർജ് കിട്ടി, ഇവിടുത്തെ ചാർജ് കിട്ടി. ഇനി ആക്ച്വലി ഇതാണോ ഇവിടുത്തെ ടോട്ടൽ ചാർജ്? അല്ല, ബിക്കോസ് നമ്മുടെ ഈ Q ഇതിന്റെ പുറത്ത് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഇതിന്റെ ഈ സൈഡിൽ ഒരു Q2/2 ഈ സൈഡിലുണ്ട്, ഈ സൈഡിലും ഒരു Q2/2 ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്ലേറ്റിന്റെ ഈ സൈഡിലുള്ള ടോട്ടൽ ചാർജ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും സം ആണ്. അതായത് Q1/2 + Q2/2. അതായത് ഈ സൈഡിലെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ Q1 + Q2/2 അതാണ് ഈ സൈഡിലെ ടോട്ടൽ ചാർജ്. ഇനി ഈ സൈഡിലെ ടോട്ടൽ ചാർജോ? ഈ സൈഡിലെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, റൈറ്റ്, ഞാൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ ഇങ്ങനെ എഴുതാണ്, -Q1 - Q2/2. റൈറ്റ്. സോ ഇവിടെയുള്ള ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ -Q1 - Q2/2. ഓക്കെ, എങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഇവിടെ നിന്ന് വരുന്ന എല്ലാ ഫീൽഡ് ലൈൻസ് ഇവിടെ ടെർമിനേറ്റ് ചെയ്തു എന്നാ പറഞ്ഞേ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇവിടെയുള്ള ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ -Q1 - Q2/2 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ സർഫസിൽ ഉണ്ടാവേണ്ട ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി Q2 അല്ല. ആക്ച്വലി എത്ര വരേണ്ടത്? -Q1 - Q2/2ന്റെ പോസിറ്റീവ് വെർഷൻ. അതായത് ഈ സൈഡിൽ ആക്ച്വലി വരേണ്ട ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം? Q1 - Q2/2. അതാണ് ഈ സൈഡിൽ വരേണ്ട ടോട്ടൽ ചാർജ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്കറിയേണ്ടത് ഇനി ഈ സൈഡിൽ എത്ര വരുമെന്നാണ്. നമുക്കറിയാം എവന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ Q1 ആണ്. റൈറ്റ്, ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ Q1 ആണ്. എങ്കിൽ ഈ സൈഡിൽ ഇത്രയും ചാർജ് ഉണ്ടെങ്കിൽ ഇവിടെ എത്ര ചാർജ് കൂടെ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് Q1 ആവും നോക്കുക. എങ്കിൽ നമുക്ക് പറയാം ഈ സൈഡിലെ ടോട്ടൽ ചാർജ് Q1 ആണ്. സോ ആ Q1, ഓക്കെ, അതായത് ഇതിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് Q1 ആണ്. സോ ആ Q1 = ഈ സൈഡിൽ വരാൻ പോകുന്ന ചാർജ്, ഞാൻ അതിനെ Q എന്ന് വിളിക്കാൻ പോവുക. സോ ഈ സൈഡിൽ വരാൻ പോകുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ Q + ദിസ്. ഓക്കെ, അത് എത്രയാന്ന് വെച്ചാൽ +Q1 - Q2/2. ഓക്കെ, ഞാൻ അതിനെ സ്ലൈറ്റ്ലി സിംപ്ലിഫൈ ചെയ്ത് എനിക്ക് എന്ത് എഴുതാം? ഓക്കെ, റൈറ്റ്, എനിക്ക് കണ്ടുപിടിക്കേണ്ട Q ആണ്. സോ എനിക്ക് എഴുതാം Q = Q1 - Q1 + Q2/2. സോ ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എനിക്ക് എഴുതാം =2Q1 - Q1 + Q2/2. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് എഴുതാം Q = ഓക്കെ Q1 + Q2, ബിക്കോസ് ഇത് 2Q1 ആണ്, ഇത് -Q1 ആണ്. സോ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ Q1 + Q2.
ബൈ ടു. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി ദേ ഈ സൈഡിലുള്ള ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഇതാണ്. സോ നമുക്കൊരു ബിഗ് പിക്ചർ മനസ്സിലായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, എൻ്റെ കയ്യിൽ 2 പ്ലേറ്റ്സ് ഉണ്ട്. ഒന്നിന്റെ പുറത്തുള്ള ചാർജ് Q1 ആണ്, മറ്റേതിന്റെ പുറത്തുള്ള ചാർജ് Q2 ആണ്. എന്നാലും ഞാൻ ആ 2 പ്ലേറ്റ്സിനെ അടുത്തടുത്ത് കൊണ്ടുവന്നാൽ ഈ പ്ലേറ്റിന്റെ, അതായത് 2 പ്ലേറ്റ്സിന്റെയും ഇന്നർ സർഫസുകളിലെ ചാർജസ് ഈക്വലും ആയിരിക്കും, ഓപ്പോസിറ്റും ആയിരിക്കും. അതിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 മൈനസ് Q2 ബൈ 2 ആയിരിക്കും. ഓക്കെ, റൈറ്റ്. ആൻഡ് 2 എണ്ണത്തിന്റെ ഔട്ടർ സൈഡിലെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് അതും ഈക്വൽ ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ Q1 പ്ലസ് Q2 ബൈ 2 ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ സപ്പോസ് ഇത് 2 പ്ലേറ്റ്സ് ആണ്. ഇതിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് ഇപ്പൊ സപ്പോസ് 10, ഇതിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് 15. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഓക്കെ റൈറ്റ്, ഈ രണ്ടിന്റെയും പുറത്തുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 പ്ലസ് 15 ബൈ 2. അതാണ് രണ്ടിന്റെയും ഇവിടെയുള്ള ചാർജ്. അതേസമയം ഇവിടെയും ഉള്ള ചാർജ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് 10 മൈനസ് 15 അല്ലെങ്കിൽ 15 മൈനസ് 10. ഓക്കെ, 15 മൈനസ് 10 ഡിവൈഡഡ് ബൈ 2, അതായത് 5 ബൈ 2. 5 ബൈ 2 മൈനസ് 5 ബൈ 2 ആണ് ഇതിനകത്തുള്ള ചാർജ്. ഇനി ആക്ച്വലി ഈ ഫിനോമിനെ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, അതായത് സപ്പോസ് എൻ്റെ ഈ 2 പ്ലേറ്റ്സ് ഉണ്ട്. ഓക്കെ, അതായത് എൻ്റെ ഈ 2 പ്ലേറ്റ്സ് ഉണ്ട്. ഇതാണ് ഒന്നാമത്തെ പ്ലേറ്റ്, ഇതാണ് രണ്ടാമത്തെ പ്ലേറ്റ്. 2 ഇൻഫിനിറ്റ് പ്ലേറ്റ് ആണ്, അത് ഓർമ്മ വേണം. ഇതിന്റെ പുറത്തുള്ള ചാർജ് Q1, ഇതിന്റെ പുറത്തുള്ള ചാർജ് Q2. ഓക്കെ, റൈറ്റ്. എനിക്ക് അറിയേണ്ടത് ഇതിന്റെ ഔട്ടർ സർഫസുകളുള്ള ചാർജ് എത്രയാണ്. എനിക്ക് ഈ ലെങ്ത് കാൽക്കുലേഷൻ ചെയ്യാൻ വയ്യ. അതിൻ്റെ ഒരു ട്രിക്ക് ഉണ്ട്, നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും തിങ്ക് ചെയ്യാം. അതായത് സപ്പോസ് ഈ ഇൻഫിനിറ്റ് പ്ലേറ്റുകളെ ഞാൻ ഒരുപാട് ദൂരെ നിന്നാ നോക്കുന്നതെന്ന് വെച്ചോ. ഒരുപാട് ദൂരെ നിന്നാ നോക്കുന്നതെങ്കിൽ എന്റെ പോയിന്റ് ഓഫ് വ്യൂ, അതായത് എനിക്ക് ആക്ച്വലി ഇതിനെ എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെനിക്കൊരു സിംഗിൾ പ്ലേറ്റ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യാൻ പോകുന്നത്, വിത്ത് ദിസ് മച്ച് ബിഗ് തിക്നെസ്. അതായത് നല്ല തിക്നെസ് ഉള്ള, ഇതിനിടയ്ക്കുള്ള സെപ്പറേഷൻ എനിക്ക് ഒബ്സർവ് ചെയ്യേണ്ട ആവശ്യം പോലും വരത്തില്ല. ബിക്കോസ് ഇവരുടെ തിക്നെസ് അത്യാവശ്യം നന്നായിട്ടുണ്ട്. ആൻഡ് ഞാൻ ഒരുപാട് ദൂരം നോക്കുന്ന സമയത്ത് എനിക്കൊരു ഒറ്റ ഷീറ്റ് ആയിട്ടായിരിക്കും ഈ ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒറ്റ ഷീറ്റിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? Q1 പ്ലസ് Q2 ആണ്. ഓക്കെ, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തായിരിക്കും തോന്നാൻ പോകുന്നത്? ഇതൊരു സിംഗിൾ ഷീറ്റ് ആണ്, അതിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് Q1 പ്ലസ് Q2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ 2 സൈഡിലും Q1 പ്ലസ് Q2 ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതായത് ഈ സൈഡിൽ Q1 പ്ലസ് Q2 ബൈ 2 ആൻഡ് ഈ സൈഡിൽ Q1 പ്ലസ് Q2 ബൈ 2. അതായത് ഈ സൈഡില് അതേപോലെ തന്നെ ഈ സൈഡിലും Q1 പ്ലസ് Q2 ബൈ 2. സോ അത് തന്നെയാണ് നമ്മുടെ ആക്ച്വലി ഇവിടെയുള്ള റിസൾട്ട്. അതായത് ഈ സൈഡിൽ Q1 പ്ലസ് Q2 ബൈ 2. വൺസ് എനിക്ക് ഈ സൈഡിൽ Q1 പ്ലസ് Q2 ബൈ 2 ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എനിക്ക് ഇത് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ഇതിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 ആണ്. സോ ഈ സൈഡിൽ Q1 പ്ലസ് Q2 ബൈ 2 ആണെങ്കിൽ ഞാൻ പിന്നെ ആലോചിക്കുക Q1 പ്ലസ് Q2 ബൈ 2ന്റെ കൂടെ ഏത് നമ്പർ കൂടെ ആഡ് ചെയ്താലാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? Q1 കിട്ടുന്നത്. ജസ്റ്റ് സോൾവ് ചെയ്യുക, എനിക്ക് അതിനകത്ത് ഇവാലുവേറ്റ് ചെയ്യാം. നമുക്ക് അങ്ങനെയും തിങ്ക് ചെയ്യാം. ഞാനിപ്പോൾ ഈ പറഞ്ഞ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ 2-ലധികം പ്ലേറ്റ്സ് ഇങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് തിങ്ക് ചെയ്യാൻ. ബിക്കോസ് ഇവിടെ സപ്പോസ് ഒരു 5 പ്ലേറ്റ്സ് ഉണ്ടെന്ന് വെച്ചോ, എല്ലാം ഇൻഫിനിറ്റ് പ്ലേറ്റ്സ് ആണ് എങ്കിൽ ഞാൻ ജസ്റ്റ് ഒരുപാട് ഡിസ്റ്റൻസിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു സിംഗിൾ പ്ലേറ്റ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ആ സിംഗിൾ പ്ലേറ്റിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ഈ 5ന്റെയും പുറത്തുള്ള ചാർജിന്റെ ടോട്ടൽ സം ആയിരിക്കും. എങ്കിൽ എനിക്ക് ആ ടോട്ടൽ സമ്മിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എനിക്ക് ഇങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യാം. എനിക്ക് അടുത്ത് വരുമ്പോൾ മനസ്സിലാവും ഒരു ഹാഫ് ഇങ്ങേയറ്റത്തെ പ്ലേറ്റിന്റെ ഔട്ടർ സർഫസിലും മറ്റേ ഹാഫ് ഇങ്ങേയറ്റത്തെ പ്ലേറ്റിന്റെ ഔട്ടർ സർഫസിലും ആയിരിക്കും. സോ എനിക്ക് ഈ രണ്ട് എക്സ്റ്റെൻഡിലുള്ള പ്ലേറ്റ്സിന്റെ ഔട്ടർ സർഫസിലുള്ള ചാർജസ് മനസ്സിലായി. സോ എനിക്ക് ആ സർഫസിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജിനെ വെച്ച് എനിക്ക് ഇക്വേറ്റ് ചെയ്ത് അതിന്റെ ഇന്നർ സർഫസിലെ കണ്ടുപിടിക്കാം. വൺസ് എനിക്ക് ഇന്നർ സർഫസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇന്നർ സർഫസിലെ ചാർജ് എത്രയാണോ അത് തന്നെ ആയിരിക്കും തൊട്ടിപ്പുറത്തെ പ്ലേറ്റിന്റെ ഇന്നർ സർഫസിൽ. കാരണം ഇവിടെ നിന്ന് വരുന്ന ഫ്ലക്സ് എല്ലാം ഇവിടെ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ എനിക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുന്നോട്ട് പോയി എനിക്ക് എല്ലാ പ്ലേറ്റ്സിന്റെ പുറത്തുള്ള ചാർജും എനിക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഇത് ഞാനിപ്പോൾ പറഞ്ഞ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സപ്പോസ് എൻ്റെ 3 പ്ലേറ്റ്സ് ഉണ്ട്, റൈറ്റ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ചാർജ് ഓൺ സർഫസ് ഓഫ് ഈച്ച് പ്ലേറ്റ്. അതായത് ഓരോ സർഫസിലെയും അതായത് ഓരോ പ്ലേറ്റ്സിന്റെയും സർഫസുകളിലെ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ സെയിം ട്രിക്ക്. സപ്പോസ് ഞാൻ ഒരുപാട് ദൂരം നോക്കുകയാണെന്ന് വെച്ചോ, ഒരുപാട് ദൂരം നോക്കുവാണെങ്കിൽ എനിക്ക് ഇതിനെ ഒറ്റ പ്ലേറ്റ് ആയിട്ടായിരിക്കും ഞാൻ കാണുന്നത്. ആൻഡ് അതിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് എത്രയാന്ന് വെച്ചാൽ -2 + 1 + 4 എന്ന് വെച്ചാൽ ഓക്കെ 3. അതായത് ടോട്ടൽ ചാർജ് 3. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒബ്സർവ് ചെയ്യാൻ പോകുന്ന ഈ സൈഡിൽ 3/2 ഈ സൈഡിൽ 3/2 ആയിട്ട് ഇരിക്കുന്നതായിട്ടായിരിക്കും. എങ്കിൽ ഞാൻ ബാക്ക് ടു ഞാൻ തിരിച്ച് നമ്മുടെ പ്രോബ്ലത്തിലോട്ട് വരുമ്പോൾ എനിക്ക് കാണാൻ പറ്റും
നമ്മുടെ ഈ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഔട്ടർ ഏറ്റവും പുറത്തുള്ള പ്ലേറ്റിന്റെ ഔട്ടർ സർഫസ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ സർഫസിൽ എത്ര കാണും? 3/2. ആൻഡ് നമ്മുടെ ഈ സർഫസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ എൻഡിലുള്ള ഔട്ടർ പ്ലേറ്റിന്റെ ഔട്ടർ സർഫസ് ആണ്. എന്ന് വെച്ചാൽ ഈ എൻഡിലും എത്രയാണുള്ളത്? 3/2. ഓക്കെ, എങ്ങനെ നമുക്ക് ബാക്കി ഒന്ന് ആലോചിച്ച് നോക്കാം. 3/2 എന്ന് പറഞ്ഞാൽ ബേസിക്കലി 1.5 ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എവന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ആലോചിക്കുക, നമുക്ക് ഈ 1.5ന്റെ കൂടെ ഏത് നമ്പറും കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് -2 കിട്ടുമെന്ന്. അത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് 1.5 പ്ലസ് സം നമ്പർ x ഈക്വൽ ടു -2. സോ എനിക്ക് അതിനെന്താ എഴുതാം? ദാറ്റ് ഇംപ്ലൈസ് x is equal to -2 minus 1.5 എന്ന് വെച്ചാൽ -2 minus 1.5 എന്ന് വെച്ചാൽ -3.5. -3.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ -7/2. റൈറ്റ്. സോ എനിക്ക് കിട്ടി ഈ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3.5 അല്ലെങ്കിൽ -7.2. ഓക്കെ, റൈറ്റ്. അപ്പോ നമുക്ക് ഇവിടെ -7/2 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ നിന്ന് വരുന്ന എല്ലാ ഫീൽഡ് ലൈൻസും ഇവിടെ ടെർമിനേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയും എത്ര തന്നെയാണ്? ഓക്കെ, ഇവിടെ -3.5 ആണെങ്കിൽ ഇവിടെ പ്ലസ് ആയിരിക്കും. സോ ഇവിടെ +3.5. ഓക്കെ, റൈറ്റ്. ഇനി ജസ്റ്റ് തിങ്ക് ചെയ്യുക, ഇതിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ 1 കൂളംബ് ആണ്. ടോട്ടൽ ചാർജ് 1 കൂളംബ് ആണെങ്കിൽ നമുക്കറിയാം ഓൾറെഡി ഇവിടെ 3.5 ഉണ്ടെങ്കിൽ ബാക്കി ഇവിടെ ഈ സൈഡിൽ എത്ര വരണം? ഓക്കെ, 3.5ന് അതായത് മൊത്തത്തിൽ 1 ആണ്. സോ അപ്പൊ എനിക്ക് എഴുതാം 3.5 പ്ലസ് x ഈക്വൽ ടു 1. അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് x is equal to 1 minus 3.5 എന്ന് വെച്ചാൽ -2.5 അല്ലെങ്കിൽ -5/2 എന്ന് വെച്ചാൽ നമ്മുടെ ഈ സൈഡിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2.5 അല്ലെങ്കിൽ -5/2. ഓക്കെ, റൈറ്റ്. ഇനി നമുക്കറിയാം ഇവിടെ എത്രയുണ്ടോ അത്രയും തന്നെ ആയിരിക്കണം എക്സാക്ട്ലി ഇവിടെയും വരേണ്ടത്. ഓക്കെ, റൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എഴുതാം ഇവിടെ -5/2 ആണെങ്കിൽ ഇവിടെയും -5/2 അല്ല +5/2. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. അതായത് ഇത് 5/2 + 5/2 ഓൾറെഡി ഇവിടെ 3/2 ഉണ്ടെന്ന് മനസ്സിലായി. നമുക്ക് നോക്കാം ഈ 5/2 3/2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് ആയിട്ടുള്ള 4 കൂളം കിട്ടുമെന്ന് നോക്കാം. 5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ആണ്. പ്ലസ് 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ആണ്. എന്ന് വെച്ചാൽ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 3.5 അതായത് 4. സോ കറക്റ്റ്. സോ നമ്മൾ എന്ത് ചെയ്തു? എല്ലാ പ്ലേസിന്റെയും ഔട്ടർ സർഫസിലെയും ഇന്നർ സർഫസിലെയും ചാർജസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ഓക്കെ, റൈറ്റ്. ഇത് രണ്ട് മെറ്റൽ പ്ലേറ്റ്സ് ആണ്. റൈറ്റ്. ഈ മെറ്റൽ പ്ലേറ്റിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് ആണ് 2 കൂളം. ഇതിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് ആണ് 4 കൂളം. എനിക്കറിയേണ്ടത് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്ര, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്ര, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്ര. റൈറ്റ്. ആക്ച്വലി നമുക്കത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വേ ചെയ്യാം. ഓക്കെ, ഈ ഓരോ വേക്കകത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. റൈറ്റ്. അപ്പൊ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ഞാൻ ഇതിനെ ഒരു കംപ്ലീറ്റ് ഒരു മെറ്റൽ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇതൊരു മെറ്റൽ ബ്ലോക്ക് ആണ്, അതൊരു മെറ്റൽ പ്ലേറ്റ് ആണ് എങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. റൈറ്റ്. ശരി. അപ്പൊ നമുക്ക് എന്തായാലും അറിയാം എൻ്റെ ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ ആ മെറ്റൽ പ്ലേറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ E = σ/ε0. ഇതാണ് ബേസിക്കലി മെറ്റൽ പ്ലേറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. എങ്കിൽ നമ്മുടെ ഈ മെറ്റൽ പ്ലേറ്റ് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എഴുതാം ആ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ σ/ε0. ആൻഡ് ഇതിന്റെ സർഫസ് ഏരിയ സപ്പോസ് ഞാൻ എന്ന് എടുക്കുക. റൈറ്റ്. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് എഴുതാം ഫസ്റ്റ് σ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ഒരു സർഫസിന്റെ പുറത്തുള്ള ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ. ടോട്ടൽ ചാർജ് 2 കൂളം. സോ ഈ സർഫസിനകത്ത് 1 കൂളം 1/ഏരിയ. സോ 1/A. ആൻഡ് σ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ഇവന്റെ ചാർജ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് 4. സോ ഒരു സർഫസിന്റെ പുറത്ത് 2 കൂളം. സോ 2 ഡിവൈഡഡ് ബൈ A. സോ ഓക്കെ, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവൻ ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് ചോദിച്ചാൽ എനിക്ക് എഴുതാം E1 is equal to σ/ε0. അതായത് 1/A ε0.
രണ്ടാമത്തെ ആള് ഇവിടെ ഉണ്ടാക്കുന്നത്, ബിക്കോസ് രണ്ടും പോസിറ്റീവ് ആണ്. സോ എവന്റെ പുറത്തുനിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് പോകാൻ പോകുന്നത്, റൈറ്റ്. എവന്റെ പുറത്തുനിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് പോകാൻ പോകുന്നത്, ഇങ്ങോട്ടും ഉണ്ട്, റൈറ്റ് റൈറ്റ്. സോ എവൻ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്, ആൻഡ് എവൻ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. രണ്ടിന്റെ കൂടെ വെക്ടർ സമ്മാനിക്കും ഇവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്. സോ E2 ഈസ് ഈക്വൽ ടു 2/A∁0. സോ ഈ പോയിന്റിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ E1 + E2. E1 + E2 എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ഞാൻ ആഡ് ചെയ്യുക. രണ്ടിനും കോമൺ ഡിനോമിനേറ്റർ ആണ്. സോ ഞാൻ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 3A∁0 എന്ന് കിട്ടും. സോ എനിക്ക് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് കിട്ടി, അതാണ് E@A. ഓക്കെ, റൈറ്റ്. ഇനി അടുത്തത് E@B. E@B എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, റൈറ്റ്. ഞാനിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ചോ, റൈറ്റ്. എവൻ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്, ആൻഡ് എവൻ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്, റൈറ്റ്. രണ്ടും ക്യാൻസൽ ചെയ്യപ്പെടും. ആൻഡ് എവൻ ഇങ്ങോട്ട് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കുറച്ച് വലുതായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ എവന്റെ പുറത്തുള്ള ചാർജ് കൂടുതലാണ്. സോ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു E2 - E1. ഓക്കെ, റൈറ്റ്. നമ്മുടെ E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഡയറക്ഷനിലാണ്, ബിക്കോസ് എവൻ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, മറ്റത് ഇങ്ങോട്ടാണ്. ഇത് വലുതായതുകൊണ്ട് ഇവിടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലായിരിക്കും. സോ ഞാൻ ആ ഡയറക്ഷനിൽ നിന്ന് കാണിക്കാൻ വെറുതെ ഇവിടെ മാർക്ക് ചെയ്യാം, E2 - E1. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു, റൈറ്റ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം കോമൺ ഡിനോമിനേറ്റർ ആണ്. സോ 2 - 1, സോ 1. അപ്പോൾ 1/A∁0. റൈറ്റ്. ഇനി അടുത്തത് E@C. E@C എന്ന് പറഞ്ഞാൽ ദേ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എവൻ കൊടുക്കുന്നത് പ്ലസ് എവൻ കൊടുക്കുന്നത്, റൈറ്റ്. ഓക്കെ. ഇനി ഇൻഫിനിറ്റ് ഷീറ്റ് ആണ്, ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണോ കണ്ടുപിടിച്ചത് അത് തന്നെ ആയിരിക്കും ഇവിടെയും, ബിക്കോസ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ എവൻ കൊടുക്കുന്നത് പ്ലസ് എവൻ കൊടുക്കുന്നതായിരുന്നു. അത് തന്നെയാണല്ലോ ഇവിടെയും വരാൻ പോകുന്നത്, എവൻ കൊടുക്കുന്നത് പ്ലസ് എവൻ കൊടുക്കുന്നത്. സോ സെയിം. ഓക്കെ, അപ്പൊ എനിക്ക് എഴുതാൻ വിച്ച് ഇസ് ഈക്വൽ ടു 3/0. ഓക്കെ, റൈറ്റ്. ഇപ്പൊ നമ്മളിത് ചെയ്തപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഡൗട്ട് വരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ട് ഇൻഫിനിറ്റ് പ്ലേറ്റ് അല്ലേ? സോ എവന്റെ പുറത്തുള്ള ചാർജ് പോസിറ്റീവ് ആണ്, എവന്റെ പുറത്തുള്ള ചാർജും പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ എവൻ ഇൻഡക്ഷൻ കാരണം എന്താ ഈ സൈഡിൽ കുറച്ച് നെഗറ്റീവ് ചാർജസിന് ഉണ്ടാക്കത്തില്ലേ, ഇവിടെ കുറച്ച് പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കത്തില്ലേ? സോ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എവന്റെ പുറത്തുള്ള ചാർജും കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലാതെ ഈ ഇൻഡ്യൂസ്ഡ് ചാർജ് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡും കൂടെ കൺസിഡർ ചെയ്യണ്ടേ? അതായത് ഇനി അതുപോലെ തന്നെ എവന്റെ പുറത്തും ഇൻഡ്യൂസ്ഡ് ചാർജ് ഉണ്ടാവും, അതും കൺസിഡർ ചെയ്യണ്ടേ? അതൊന്നും ഞാനിവിടെ കൺസിഡർ ചെയ്തിട്ടില്ലല്ലോ എന്ന്. ഓക്കെ, റൈറ്റ്. അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ബിക്കോസ് എവൻ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഇൻഡ്യൂസ്ഡ് ചാർജസ്, ഓക്കെ, ആ ഇൻഡ്യൂസ്ഡ് ചാർജസിന്റെ ആ ഒരു പെയർ ഓഫ് ഷീറ്റ്സ്, അത് ഇവിടെ ഉണ്ടാക്കുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് വെച്ചാൽ 0 ആണ്. ബിക്കോസ് ഈ ഒരു ഷീറ്റ് ഒരു ഇൻഫിനിറ്റ് ഷീറ്റിന് ഈക്വലന്റ്, ഇതും മറ്റൊരു ഇൻഫിനിറ്റ് ഷീറ്റിന് ഈക്വലന്റ്. പക്ഷേ ഇതൊരു പോസിറ്റീവ് ഇൻഫിനിറ്റ് ഷീറ്റിന് ഈക്വലന്റ് ആണ്, ഇതൊരു നെഗറ്റീവ് ഇൻഫിനിറ്റ് ഷീറ്റിന് ഈക്വലന്റ് ആണ്. സോ എവൻ ഉണ്ടാക്കുന്ന എഫക്റ്റിനെ എക്സാക്ട്ലി എവൻ ക്യാൻസൽ ചെയ്യും. അതുപോലെ തന്നെ എവൻ പോസിറ്റീവ് ആണ്, സോ ഇവിടെ ഒരു നെഗറ്റീവ് ഒരു ചാർജിന്റെ ഒരു ലെയർ ഉണ്ടാവും, ഇവിടെയും ഒരു പോസിറ്റീവ് ചാർജിന്റെ ലെയർ ഉണ്ടാവും. സോ ഇവിടുത്തെ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെഗറ്റീവിന്റെയും ഈ പോസിറ്റീവിന്റെയും സമ്മായിരിക്കും. സോ അവരെല്ലാം പെയർ വൈസ് ക്യാൻസൽ ആവും. സോ ഇവിടെ ഇൻഡക്ഷൻ കാരണം ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് ചാർജസ് അവർ കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എക്സാക്ട്ലി ക്യാൻസൽ ചെയ്ത് പോകും. സോ നമ്മൾ അതിനെപ്പറ്റി പറയേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് മനസ്സിലായി നമ്മുടെ അപ്രോച്ച് കറക്റ്റ് ആണ്, നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. ഇനി നമുക്ക് വേറൊരു രീതിയിൽ ഇതേ പ്രോബ്ലത്തിന് അപ്രോച്ച് ചെയ്യാം. നമുക്ക് എന്തായാലും അറിയാം, ഓക്കെ, റൈറ്റ്. അത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, റൈറ്റ്. അതായത് നമ്മുടെ എവന്റെ പുറത്തുള്ള ചാർജ് 2 കൂളം, റൈറ്റ്. ഇത് 2 കൂളമ്പാണ്, ഇത് 4 കൂളമ്പാണ്. എങ്കിൽ നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുത്തെ ഇൻഡക്ഷൻ ഒക്കെ നമുക്കൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. അതായത് ചാർജസ് ഇവിടെ സ്പ്ലിറ്റ് ആവുമല്ലോ, റൈറ്റ്. നമുക്ക് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഓക്കെ, നമ്മുടെ ഈ സൈഡിലുള്ള ടോട്ടൽ ചാർജ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 + 4/2. ഓക്കെ, 2 + 4 എന്ന് പറഞ്ഞാൽ 6. അതായത് ഈ സൈഡിലുള്ള ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3. അതായത് നമ്മുടെ ഈ സർഫസിലുള്ള ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ 3. ഓക്കെ, ഇനി നമ്മുടെ ഈ സർഫസിലുള്ള ടോട്ടൽ ചാർജ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം 2 - 4/2. കുറച്ച് മുമ്പ് നമ്മൾ എഴുതിയ എക്സ്പ്രഷൻ Q1 - Q2 / 2, റൈറ്റ്. അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 - 4. 2 - 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 - 2 -1. ഓക്കെ, കറക്റ്റ് ആണോ നോക്കി? ഇത് 3, ഇത് -1. ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൂളം. 3 - 1 2. പെർഫെക്റ്റ്. ഓക്കെ, റൈറ്റ്. ഇനി ഇത് -1 ആണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം ഇവിടുത്തെ ചാർജ് +1 ആയാലേ പറ്റൂ. ഓക്കെ, ബിക്കോസ് ഇവിടെ നിന്ന് പോകുന്ന ഫ്ലക്സ് എല്ലാം ഇവിടെ ടെർമിനേറ്റ് ചെയ്താലേ പറ്റൂ, റൈറ്റ്. ആൻഡ് ഇവന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 ആയാലേ പറ്റൂ. ക്ലിയർ? സോ നമുക്കിപ്പോൾ ഇവിടെ ഓരോരുത്തരുടെയും ഓരോ സൈഡ്സിലെയും ടോട്ടൽ
ചാർജസ് എത്രയാണ് കിട്ടി. ഓക്കെ റൈറ്റ്. എങ്കിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ദേ ഇവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും എന്ന്. ഓക്കെ റൈറ്റ് ശരി. എങ്കിൽ നമുക്ക് എഴുതാം ഇ അറ്റ് എ. ഈ അറ്റ് എ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ ഒരു കാര്യം ആലോചിക്കുക. അതായത് ഇനി ഞാൻ ഈ ചാർജസിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്കിൽ എനിക്ക് ഈ പ്രോബ്ലത്തിനെ ഈക്വലന്റ്ലി എനിക്ക് വേറൊരു രീതിയിൽ തിങ്ക് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ, അതായത് എനിക്ക് ഈ രണ്ട് പ്ലേറ്റ്സിനെ എനിക്ക് 4 ഷീറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എങ്ങനെയാ? അതായത് ഇതൊരു ഷീറ്റാണ്, ഈ ഷീറ്റിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് 3 ആണ്. ആൻഡ് ഇത് വേറൊരു ഷീറ്റാണ്, ഇതിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് -1 ആണ്. റൈറ്റ്. ആൻഡ് ഇത് അടുത്ത ഷീറ്റാണ്, ഈ ഷീറ്റിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് +1 ആണ്. ഇത് മറ്റൊരു ഷീറ്റാണ്, ഈ ഷീറ്റിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് 3 ആണ്. ഓക്കെ റൈറ്റ്. എങ്കിലും ആലോചിച്ച് നോക്കുക. ദേ ഞാനിപ്പോൾ ഈ പോയിന്റ് നിൽക്കുവാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഷീറ്റ് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് ഈ ഷീറ്റ് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് ഈ ഷീറ്റ് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് ഈ ഷീറ്റ് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. നമ്മൾ ചിലപ്പം വിചാരിക്കും ദേ യവൻ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താ ഇവിടെ എത്തുമെന്ന്. പക്ഷെ എത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യവന്റെ പുറത്തുള്ള ചാർജ് എത്രയാണോ അത് തന്നെയാണ് ഇവിടത്തെയും ചാർജ്. എന്താ അതിന്റെ കോൺസിക്വൻസ്? ഇവിടെ നിന്ന് പുറത്തോട്ട് വരുന്ന എല്ലാ ഫീൽഡ് ലൈൻസും എക്സാക്ട്ലി ഇവിടെ ടെർമിനേറ്റ് ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ യവന്റെ പുറത്തുനിന്ന് വരുന്ന ഒരു ഫീൽഡ് ലൈനും ഇവിടെ എത്തത്തില്ല. അതുപോലെ തന്നെ യവന്റെ പുറത്തുനിന്നല്ലാതെ വേറെ ഒരു ഫീൽഡ് ലൈൻസും പുറത്തൊന്നും വരില്ല. റൈറ്റ്. കാരണം യവന്റെ പുറത്തുള്ള ചാർജ് എത്രയാണോ അതാണ് യവന്റെ പുറത്തുള്ള ചാർജ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഈ ഇവിടെ എത്തുന്ന ടോട്ടൽ ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് യവൻ കാരണമുള്ളത്, അടുത്തത് യവൻ കാരണമുള്ളത്. റൈറ്റ്. ഓക്കെ. എങ്കിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇതൊരു ഇൻഫിനിറ്റ് ഷീറ്റ് ആണ്. ഇൻഫിനിറ്റ് ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം σ/2ε0. σ/2ε0. റൈറ്റ്. എങ്കിൽ നമുക്ക് പറയാം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ σ/2ε0. സിഗ്മ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് നമുക്കറിയാം ഇവിടുത്തെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 3/a അതാണ് നമ്മുടെ ഈ ഷീറ്റിന്റെ പുറത്തുള്ള ചാർജ് പെർ യൂണിറ്റ് ഏരിയ. സോ സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/a. അപ്പൊ ഇതാണ് σ/2ε0. അതാണ് യവൻ മാത്രം ഇവിടെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവിടെയുള്ള കോൺട്രിബ്യൂഷൻ യവന്റേത് മാത്രമല്ല, യവന്റേതും കൂടെ ഉണ്ട്. യവനും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫീൽഡ് ലൈൻ ഉണ്ടാക്കുന്നുണ്ട്. സോ അതും സെയിം എമൗണ്ട് ആണ്, ബിക്കോസ് സെയിം ചാർജ് ആണ്. സോ × 2. സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3a/ε0. ഒന്ന് നോക്കുക, നമുക്ക് ഇതേ ആൻസർ തന്നെയാണ് നമുക്ക് ആക്ച്വലി ഇവിടെയും കിട്ടിയത്. സെയിം ആൻസർ. ഓക്കെ റൈറ്റ്. എങ്കിൽ ഇനി ഇതിനിടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. റൈറ്റ്. ഞാനിപ്പോൾ ഇതിനിടയ്ക്ക് നിൽക്കുവാണെങ്കിൽ റൈറ്റ്. ഓക്കെ. ഇതിനിടയ്ക്ക് ഞാനൊരു പോയിന്റ് നിൽക്കുവാണെങ്കിൽ നമുക്ക് ചിലപ്പം തോന്നും ഓക്കെ ഈ പോയിന്റിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ യവന്മാരുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് യവൻ ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നുണ്ട്, യവനും കൊടുക്കുന്നുണ്ട്. സോ ഇതെല്ലാം കൺസിഡർ ചെയ്യുന്നു. ആക്ച്വലി വേണ്ട. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യവൻ ഇവിടെ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ടോ അത് തന്നെയായിരിക്കും യവനും ഉണ്ടാക്കുന്നത്. പക്ഷെ അവർ ജസ്റ്റ് ഈക്വലും ഓപ്പോസിറ്റും ആണ്. സോ അത് ക്യാൻസൽ ആയി പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് നടുക്കോട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഓക്കെ റൈറ്റ്. സോ എങ്കിൽ ഈ രണ്ടുപേരും മാത്രമേ നടുക്ക് എന്തെങ്കിലും റോൾ ചെയ്യുന്നുള്ളൂ. നമുക്കത് ഓൾറെഡി അറിയാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് 2 ഇൻഫിനിറ്റ് ഷീറ്റ്സ് ആണ്. ഇത് 2 ഇൻഫിനിറ്റ് ഷീറ്റ്സ് ആണെങ്കിൽ നമുക്കറിയാം ഇൻഫിനിറ്റ് ഷീറ്റ്സിന് ഇടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ σ/ε0 ആണ്. നമുക്കത് ഓൾറെഡി അറിയാം. എൻ്റെ 2 ഇൻഫിനിറ്റ് ഷീറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഇടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ്. സോ എനിക്ക് എഴുതാം എങ്കിൽ ഓക്കെ ഇത് ഇ അറ്റ് ബി എന്ന് പറഞ്ഞാൽ σ/ε0. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ചാർജ് സർഫസ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. സോ 1/a. സോ 1/a/ε0. ഓക്കെ റൈറ്റ്. അതാണ് നമ്മൾ ഓക്കെ 1/a/ε0. ഈ ആൻസർ തന്നെയാണ് നമുക്ക് ഓൾറെഡി ഇവിടെയും കിട്ടിയത്. ഓക്കെ. ഇനി ഇവിടുത്തെ സ്റ്റോറി എന്താണോ അത് തന്നെയാണ്. റൈറ്റ്. ഓക്കെ. എങ്കിൽ ഇപ്പൊ നമുക്ക് വേറൊരു ഡൗട്ട് കൂടെ ചോദിക്കാം. അതായത് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാ? കാരണം നമ്മുടെ ഇവൻ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ.
കാരണം നമ്മൾ കണ്ടക്ടർ എന്ന രീതിയിലല്ല തിങ്ക് ചെയ്യുന്നത്, നമ്മളിത് ഇൻഡിവിജ്വൽ ഷീറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എവന്റെ പുറത്തുനിന്ന് വരുന്ന എല്ലാ ഫീൽഡ് ലൈൻസും ഇവിടെ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. എവൻ ഒരു സിംഗിൾ ഷീറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എവൻ ഇവിടെ ഫീൽഡ് ലൈൻ ഉണ്ടാക്കും, എവൻ ഇപ്പുറത്തും ഉണ്ടാക്കും. അത് നമുക്ക് മനസ്സിലായി. ഇവിടെ ഉണ്ടാക്കുന്നതിനെ പറ്റി നമുക്ക് കംപ്ലീറ്റ്ലി മനസ്സിലായി. പക്ഷേ ഇവിടെ ഉണ്ടാക്കുന്നത് എങ്ങനെ ശരിയാവും? ബിക്കോസ് കണ്ടക്ടർ അല്ലേ, അപ്പൊ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാൻ പാടില്ലല്ലോ. എങ്കിൽ അത് കോൺട്രഡിക്ഷൻ അല്ലേ? ആക്ച്വലി അല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എക്സാക്ട്ലി 0 ആകും. എന്തുകൊണ്ടാ? ബിക്കോസ് എവൻ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. എത്രയാണ്? σ/2ε0. അതായത് എവന്റെ σ/2ε0. അതുപോലെ തന്നെ എവനും ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. എത്രയാ? σ/2ε0. ആ സിഗ്മ എക്സാക്ട്ലി 3 കാരണമുള്ള സിഗ്മ തന്നെ, അതായത് എവന്റെ അതേ സിഗ്മ തന്നെയാണ്. സോ എവൻ ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും എവൻ ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എക്സാക്ട്ലി ഇവിടെ ക്യാൻസൽ ആവും. സോ ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് കാണില്ല. അതേ സ്റ്റോറി തന്നെയാണ് ഇവിടെ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇത് രണ്ട് ഡിഫറെന്റ് അപ്രോച്ച് ആണ്. ഫസ്റ്റ് അപ്രോച്ച് വളരെ ഈസി ആയിരുന്നു. സെക്കൻഡ് അപ്രോച്ച് ആക്ച്വലി നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തുള്ള കുറെ ഫൈൻ ഡീറ്റെയിൽസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക ചെയ്തത്. പക്ഷെ നമുക്ക് അത് അറിഞ്ഞിരിക്കണം എപ്പോഴും. ബിക്കോസ് പല പ്രോബ്ലംസിനകത്ത് നമുക്ക് ഇതേപോലെ ഫൈൻ ഡീറ്റെയിൽസ് എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. സോ ഇത് അതിനുള്ള ഒരു എക്സസൈസ് ആയിട്ട് കണക്കാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് മെറ്റൽ പ്ലേറ്റ്സ് ഉണ്ട്. ഞാൻ ഇതിനെ എർത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ചാർജ് ഡിസ്ട്രിബ്യൂഷനിലും കാൽക്കുലേഷനിലൊക്കെ എന്തൊക്കെ വ്യത്യാസം വരും, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് അറിയേണ്ടത്, നമുക്ക് അതൊക്കെ അറിയേണ്ടത്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് ആദ്യം ഒരു സിംപ്ലസ്റ്റ് സിനാരിയോ എടുക്കാം. സിംപ്ലസ്റ്റ് സിനാരിയോ എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് എൻ്റെ ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ട്, റൈറ്റ്. ഞാൻ ഇതിലോട്ട് ഒരു ക്യൂ ചാർജ് ഡെപ്പോസിറ്റ് ചെയ്തു ആൻഡ് ഞാൻ ഇതിനെ എർത്ത് ചെയ്തു. നമുക്കറിയാം, ഞാൻ ക്യൂ ചാർജിനെ ഡെപ്പോസിറ്റ് ചെയ്താൽ ഇൻസ്റ്റന്റ്ലി രണ്ട് സൈഡിലും Q/2 സ്പ്ലിറ്റ് ആവും. ഞാൻ എർത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ സർഫസിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ 0 ആവണം. ടോട്ടൽ പൊട്ടൻഷ്യൽ 0 ആവണമെങ്കിൽ ഇതിന്റെ സർഫസിൽ എന്തുണ്ടാവാൻ പാടില്ല? ചാർജ് ഉണ്ടാവാൻ പാടില്ല. സോ ഈ മുഴുവൻ ചാർജും എർത്തിലോട്ട് പോകും. എന്ന് വെച്ചാൽ ഫൈനലി ഇതിന്റെ പുറത്ത് ഒരു ചാർജും കാണില്ല. ഓക്കെ, റൈറ്റ്. എങ്കിൽ അടുത്തൊരു ലെവൽ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് എൻ്റെ ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ട്. ഇതാണ് ഒരു മെറ്റൽ പ്ലേറ്റ്. ഓക്കെ, റൈറ്റ്. അതിന്റെ പുറത്തൊരു ചാർജ് ഉണ്ട്. സപ്പോസ് അതിന്റെ പുറത്തുള്ള ചാർജാണ് Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ Q/2 ഇവിടെ Q/2 ആയിട്ട് അത് ഓൾറെഡി സ്പ്ലിറ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, റൈറ്റ്. ഇനി ഞാൻ ഇതിനടുത്ത് മറ്റൊരു പ്ലേറ്റ് കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, ഞാനൊരു സ്വിച്ച് കണക്ട് ചെയ്തു, ഞാൻ എർത്ത് ചെയ്തു. എനിക്കറിയേണ്ടത് ഇപ്പൊ എന്തൊക്കെ സംഭവിക്കുന്ന. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സ്റ്റോറി. അതായത് ഈ സൈഡിൽ Q/2 ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങോട്ട് ഫീൽഡ് ലൈൻസ് വരും. ഈ ഫീൽഡ് ലൈൻസ് എല്ലാം ഇവിടെ ടെർമിനേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സാക്ട്ലി -Q/2 ഉണ്ടാവും. ഓക്കെ, ഇപ്പുറത്തെ സൈഡിൽ Q/2 ഉണ്ടാവും. ഓക്കെ, റൈറ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിക്കും തിങ്ക് ചെയ്യാം. അതായത് ഇവന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് Q ആണ്, റൈറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഈ രണ്ട് ബൗണ്ടറീസിലുള്ള ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q+0/2, അതായത് Q/2. ഓക്കെ, ഇന്നർ ബൗണ്ടറീസിലുള്ളത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ Q-0/2. നേരത്തെ നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ Q/2. ഇപ്പുറത്തെ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇവിടെ അത് തന്നെ വരും. ഓക്കെ, റൈറ്റ്. ശരി. എങ്കിൽ എനിക്ക് ഇനി അടുത്ത് അറിയേണ്ടത്, സപ്പോസ് ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്യുവാണ്. സ്വിച്ച് ഓൺ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന. റൈറ്റ്, നമുക്ക് നോക്കാം. ഇനിഷ്യലി എവൻ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. സോ എവന്റെ സർഫസിൽ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ എവൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇൻസ്റ്റന്റിൽ ഇത് എന്തായിട്ട് മാറണം? 0 പൊട്ടൻഷ്യൽ ആയിട്ട് മാറണം. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇവിടെ നിന്ന് ഇങ്ങോട്ട് നെഗറ്റീവ് ചാർജസ് കയറി വരും. അതായത് ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്താൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അപ്പൊ തന്നെ QE നെഗറ്റീവ് ചാർജസ് മുകളിലോട്ട് പമ്പ് ചെയ്ത് തുടങ്ങും. ഇനി നമുക്ക് നോക്കാം മുകളിലോട്ട് QE ചാർജ് വന്ന് തുടങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന്. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് മെറ്റലാണ്. മെറ്റലിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അതായത് ഈ പുറത്തുനിന്ന് വരുന്ന ഈ QE ചാർജ് ഇതിനകത്ത് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങും. അതായത് നമ്മുടെ QE ചാർജ് ഈ സൈഡിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങും, ഈ സൈഡിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങും. റൈറ്റ്. നമ്മുടെ ഈ സൈഡിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ നമുക്കറിയാം ഈ QE ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമ്മുടെ ഈ സൈഡിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡിലെ എമൗണ്ട് ഓഫ് ചാർജ് കൂടും. അതായത് ഇത് -Q/2 കുറച്ചും കൂടെ ഈ സാധനം ഇൻക്രീസ് ചെയ്യും. ആൻഡ് നമ്മുടെ ഈ QE നെഗറ്റീവ് ആണ്. സോ ഈ Q/2 ഉള്ളത് ആഡ് ചെയ്യുമ്പോൾ ഈ സൈഡിലെ പോസിറ്റീവ് ചാർജിന്റെ അളവ് കുറഞ്ഞു വരും. ഓക്കെ, റൈറ്റ്. അതായത് ഇവിടെ നിങ്ങോട്ട് ചാർജ് വരുമ്പോൾ ആ ചാർജ് മൈനസ് ആയതുകൊണ്ട് ഇവിടുത്തെ ചാർജിന്റെ അളവ് കൂടുകയും ചെയ്യും, ഇവിടുത്തെ നെറ്റ് ചാർജ് ആ സൈഡിൽ കുറഞ്ഞു വരികയും ചെയ്യും. എങ്കിലും ആലോചിച്ച് എന്താ സംഭവിക്കുന്നത്? ഇവിടുത്തെ ചാർജ് -Q/2 ഇൻക്രീസ് ചെയ്താൽ അതിന്റെ അർത്ഥം ഈ സൈഡിന് കൂടുതൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന, റൈറ്റ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂടുതൽ ഫീൽഡ് ലൈൻസ് ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഈ സ്ഥലത്തുള്ള ചാർജ് അതായത് Q/2 ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, അതായത് ഈ സൈഡിൽ കൂടുതൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവണം. ഈ സൈഡിൽ എങ്ങനെ കൂടുതൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കാം? ഇവിടെ നിന്നുള്ള ഈ Q/2 കുറച്ച് ചാർജസ് ഇങ്ങോട്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചാർജ് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യും,
ഇവിടുത്തെ ചാർജ് ഓൾറെഡി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? സോ അപ്പൊ നമ്മൾ ഫൈനലി നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ച് ചാർജസ് ഇങ്ങോട്ട് പോയി. ഈ പ്രോസസ്സ് പിന്നെയും റിപ്പീറ്റ് ചെയ്യും, ബിക്കോസ് ഇവിടെ കൂടുതൽ പോസിറ്റീവ് ചാർജസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ പിന്നെയും കൂടും, റൈറ്റ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പിന്നെയും ചാർജ് ഇങ്ങോട്ട് വരും, ബിക്കോസ് സീറോ ആക്കണമല്ലോ പൊട്ടൻഷ്യൽ. സോ ഇവിടെ നിന്ന് പിന്നെയും മൈനസ് ചാർജസ് വരും. ആ മൈനസ് ചാർജിന്റെ ഒരു പാർട്ട് ഇവിടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് പിന്നെ ഇവിടുത്തെ നെഗറ്റീവ് ചാർജിനെ കൂട്ടും, ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് ഇവിടുത്തെ പോസിറ്റീവ് ചാർജിനെ കുറയ്ക്കുകയും ചെയ്യും. ഇവിടുത്തെ നെഗറ്റീവ് ചാർജ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പോസിറ്റീവ് ചാർജും കൂടും, അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്, റൈറ്റ്? എഗെയിൻ ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് കൂടിയതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൂടും, ഇവിടെ നിന്ന് പിന്നെയും നെഗറ്റീവ് ചാർജ് വരും, ഈ സൈഡ് മോർ ആൻഡ് മോർ നെഗറ്റീവ് ആവും, ഈ സൈഡ് ലെസ് ആൻഡ് ലെസ് പോസിറ്റീവ് ആവും, ഇത് മോർ ആൻഡ് മോർ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെയും ചാർജ് ഡെപ്പോസിറ്റ്. ഈ പ്രോസസ് എപ്പോൾ വരെ കണ്ടിന്യൂ ചെയ്യും? ഇപ്പുറത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂടുതൽ പോസിറ്റീവ് ചാർജ് ഇവിടെ വന്ന് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എപ്പോൾ വരെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അപ്പോൾ വരെ ഈ പ്രോസസ്സിങ് കണ്ടിന്യൂ ചെയ്യും. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഈ പ്രോസസ്സ് എപ്പോൾ എൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള മുഴുവൻ ക്യൂബായിട്ടും ഇപ്പുറത്ത് എത്തുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ സം ടൈം ഇത് സംഭവിക്കും. അതായത് നമ്മുടെ ഈ സൈഡിൽ എക്സാക്ട്ലി പ്ലസ് ക്യൂ ഉണ്ടാവും. നമുക്കറിയാം ഈ സൈഡിൽ എക്സാക്ട്ലി പ്ലസ് ക്യൂ വന്നാൽ ഈ സൈഡിൽ എക്സാക്ട്ലി മൈനസ് ക്യൂ വരണം, റൈറ്റ്? ആൻഡ് നമ്മുടെ ഈ എർത്തിങ് കണക്ഷൻ, ഓക്കെ, ഇതുവരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് നമുക്ക് മനസ്സിലായി ഇവിടെ പ്ലസ് ക്യൂ ആണെങ്കിൽ ഇവിടെ എക്സാക്ട്ലി മൈനസ് ക്യൂ വന്നു എങ്കിൽ ഇവിടുത്തെ ചാർജ് എത്രയാ? നമുക്ക് എന്തായാലും ഒരു കാര്യം അറിയാം, താഴ്ന്ന് നെഗറ്റീവ് ചാർജ് വന്ന് ഇവിടെ ഇതിന്റെ പുറത്ത് ആഡ് ചെയ്താണ് ഇതിനെ മൈനസ് ക്യൂ ആക്കിയത്. അതേസമയം ഇതിനെ സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? സബ്ട്രാക്ട് ചെയ്താലും മിച്ചം അവിടെ എന്തെങ്കിലും ചാർജ് ഉണ്ടോ അതോ മുഴുവൻ ക്യാൻസൽ ആയോ? നമുക്കത് അറിയേണ്ടത്. അതായത് ഈ സൈഡിൽ ഇനി ബാക്കി എത്ര ചാർജ് ഉണ്ടാവും നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, റൈറ്റ്? സപ്പോസ് ഇവിടെ കുറച്ച് പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് വെച്ചോ, എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇത് പ്ലസ് ക്യൂ ആണെങ്കിൽ എക്സാക്ട്ലി മൈനസ് ക്യൂ ഇവിടെ ഉണ്ട്. അതിന്റെ അർത്ഥം ഇവിടെ നിന്ന് വരുന്ന എല്ലാ ഫീൽഡ് ലൈൻസും ഇവിടെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? ഓക്കെ, നമുക്കറിയാം ഇത് കണ്ടക്ടറാണ്, കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവാൻ പാടില്ല, ഓക്കെ, റൈറ്റ്? എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇനിതായി ഇവിടെ ഈ പ്ലസ് ക്യൂ ചാർജസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്നാണ്. പക്ഷെ നമുക്കറിയാം കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാൻ പാടില്ല. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇവിടെ ഈ ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ ഈ പോസിറ്റീവ് ചാർജസ് ഉണ്ടാവാൻ പാടില്ല. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എൻ്റെ രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ട്. ഇതൊരു കണ്ടക്ടറാണ്, ഇത് മറ്റൊരു കണ്ടക്ടറാണ്. ഞാൻ ഈ കണ്ടക്ടറിനെ എർത്ത് ചെയ്യുന്നു, ഈ കണ്ടക്ടറിന്റെ പുറത്ത് ചാർജ് ഉണ്ട്. ഫൈനലി ഈ സിസ്റ്റം എങ്ങനെ സെറ്റിൽ ആവും? ഫൈനലി സെറ്റിൽ ആവുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എർത്ത് ചെയ്ത കണ്ടക്ടർ എങ്കിൽ ഇവിടെ രണ്ടുപേരുടെയും ഇന്നർ സർഫസിൽ ഇതിൽ ക്യൂവും ഇതിൽ എക്സാക്ട്ലി ക്യൂ മൈനസ് ക്യൂവും കാണും, ഔട്ടർ സർഫസിൽ ചാർജ് ഒന്നും കാണത്തുമില്ല. ഇതായിരിക്കും ഫൈനലി ആ സിസ്റ്റം സെറ്റിൽ ആവുന്ന കോൺഫിഗറേഷൻ. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ കോംപ്ലിക്കേഷൻ. അതായത് സപ്പോസ് മുമ്പത്തെ പോലെ തന്നെ എൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ട്, അതിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ സൈഡിൽ Q/2 ഈ സൈഡിൽ Q/2 ആയിട്ട് ഇനിഷ്യലി സ്പ്ലിറ്റ് ആവും. പക്ഷെ നമ്മുടെ രണ്ടാമത്തെ പ്ലേറ്റിന്റെ പുറത്ത് ഒരു സ്മോൾ ക്യൂ ചാർജ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. മുമ്പ് അത് ന്യൂട്രൽ ആയിരുന്നു. ഓക്കെ, റൈറ്റ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ ഈ വയർ വെച്ച് കണക്ട് ചെയ്തു, ഞാൻ ഈ എർത്ത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓക്കെ, റൈറ്റ്. എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന പ്രൊസീജിയർ എല്ലാം എക്സാക്ട്ലി മുമ്പ് നടന്ന പോലെ തന്നെയാണ്. ബിക്കോസ് ഈ സിസ്റ്റത്തിന് ആക്ച്വലി എന്താ ചെയ്യേണ്ടത്? സിസ്റ്റത്തിന് ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ സർഫസിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ 0 ആക്കുക. അതാണ് അവിടെ ചെയ്യേണ്ടത്. അതിന് എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്? അതായത് ഇവൻ ഇവിടെ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അതിനെ ക്യാൻസൽ ചെയ്യുന്ന ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാർജ് വരും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാർജ് വരുന്തോറും ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസലേഷൻ പ്രോസസ്സ് നടക്കും. റൈറ്റ്. എന്ന് വെച്ചാൽ ഈ സൈഡിൽ കൂടുതൽ നെഗറ്റീവ് ചാർജസ് ഡെവലപ്പ് ആവും. ഈ സൈഡിൽ കൂടുതൽ നെഗറ്റീവ് ചാർജസ് ഡെവലപ്പ് ആവും തോറും ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂടുതൽ പോസിറ്റീവ് ചാർജസ് വരും. എന്ന് വെച്ചാൽ ഫൈനലി ഇവിടെ ക്യൂ ചാർജും ഇവിടെ മൈനസ് ക്യൂ ചാർജും വരും. ഇതാണ് ഫൈനലി ഇവിടെ നടക്കാൻ പോകുന്നത്. ഓക്കെ, റൈറ്റ്. നമ്മുടെ ആ ക്യൂ ചാർജ് ഇനിഷ്യലി ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത ചാർജ് ഉണ്ടേലും ഇല്ലേലും ഈ സ്റ്റോറീസ് എക്സാക്ട്ലി സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്ക് ചോദിക്കാം എന്താണ് ഡിഫറൻസ്? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. മുമ്പ് നമുക്കറിയാം ഇനിഷ്യലി നമ്മുടെ ഈ സാധനം നമ്മുടെ ഈ പ്ലേറ്റ് ന്യൂട്രൽ ആയിരുന്നു. ഞാൻ എർത്ത് വയർ കണക്ട് ചെയ്തതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ഈ സാധനത്തിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് എത്രയായിട്ട് മാറി? -Q ആയിട്ട് മാറി.
ഓക്കെ, ബിക്കോസ് ഇവിടെ ചാർജ് ഒന്നുമില്ല, ടോട്ടൽ ചാർജ് -q ആയിട്ട് മാറി. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എർത്ത്, അതായത് എർത്ത് വയർ ഇതിലോട്ട് -q ചാർജ് പമ്പ് ചെയ്തു എന്ന്. അതായത് മുമ്പത്തെ കേസിൽ ചാർജ് ഫ്രം എർത്ത് അത് എക്സാക്ട്ലി -q ആണ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ ഇപ്പോഴാണെങ്കിലോ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, ഇനിഷ്യലി നമ്മുടെ ഇതിന്റെ പുറത്തൊരു q ചാർജ് ഉണ്ട്, റൈറ്റ്. ഓക്കെ, ഫൈനലി ഞാൻ നോക്കുമ്പോൾ ഇവന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? -q ആണ്. ഓക്കെ, അതായത് ഇവിടെ ഒരു -q ചാർജ് ആണ് ഇവിടെ ഫൈനലി ഉള്ളത്, ബിക്കോസ് ഇവിടെ ചാർജ് ഒന്നുമില്ല. എന്ന് വെച്ചാൽ എനിക്ക് പറയാം ചാർജ് കൺസർവേഷൻ അനുസരിച്ച് -q, അതായത് ഇവിടെ ഡെവലപ്പ് ആയ ഈ -q, ആ -q ഏതാണ്? ഒന്ന് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ക്യൂവും എർത്ത് സപ്ലൈ ചെയ്ത ചാർജും കൂടെ ചേർന്നാണ് ആ -q ഡെവലപ്പ് ആയത്. ഓക്കെ, റൈറ്റ്. അതായത് നമുക്കറിയാം ഇനിഷ്യലി ഇതിന്റെ പുറത്തൊരു q ചാർജ് ഉണ്ടായിരുന്നു, റൈറ്റ്. ഫൈനലി നോക്കുമ്പോൾ ഇതിന്റെ പുറത്ത് -q മാത്രമേ ഉള്ളൂ. എങ്കിൽ എനിക്ക് പറയാം ഈ -q എങ്ങനെ ഉണ്ടായേ? ഇനിഷ്യലി ഉണ്ടായിരുന്ന q പ്ലസ് എർത്ത് എത്രയോ അതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. നമുക്ക് അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകും. ഓക്കെ, ഇതിന്റെ പുറത്തുണ്ടാകുന്ന ഫൈനൽ ചാർജ് -q അല്ലേ, ഇനിഷ്യലി അതിന്റെ പുറത്തുണ്ടായിരുന്ന ചാർജ് പോസിറ്റീവ് അല്ലേ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എർത്ത് കൂടുതൽ നെഗറ്റീവ് ചാർജ് പമ്പ് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് ഇത് ട്രൂ ആണ്, ബിക്കോസ് നമ്മുടെ ഈ q ഈ ഒരു ലാർജ് നെഗറ്റീവ് നമ്പർ ആയാൽ മതി, ഇതിനെ ഡോമിനേറ്റ് ചെയ്ത് ഒരു മൈനസ് നമ്പർ കിട്ടിക്കോളും. ഓക്കെ, റൈറ്റ്. അപ്പൊ അതാണ് അതിന്റെ ഐഡിയ. അതായത് മുമ്പത്തെ കേസിൽ ഇത് ന്യൂട്രൽ ആയിരുന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന -q എക്സാക്ട്ലി നമ്മുടെ എർത്ത് പമ്പ് ചെയ്തതാണ്. ഓക്കെ, ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഇവിടെ വരുന്ന -q എക്സാക്ട്ലി എർത്ത് പമ്പ് ചെയ്തതെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ ടോട്ടൽ -q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ ചേർന്നുള്ള കോൺട്രിബ്യൂഷന്? ഇനിഷ്യലി അവിടെ ഉണ്ടായിരുന്ന ചാർജ് പ്ലസ് ചാർജ് ഫ്രം എർത്ത്, ഇതിന്റെ രണ്ടിന്റെയും കൂടെയുള്ള കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ഹോൾ കൺസർവേഷൻ ഓഫ് ചാർജ് നമുക്ക് വേണമെങ്കിൽ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇനിഷ്യലി നമ്മുടെ ഈ ഹോൾ സിസ്റ്റത്തിന്റെ പുറത്തുണ്ടായിരുന്ന ടോട്ടൽ ചാർജ്, അതായത് കണക്ട് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ടോട്ടൽ ചാർജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്റെ പുറത്തൊരു q ചാർജ് ഉണ്ടായിരുന്നു, ആൻഡ് ഇവന്റെ പുറത്തൊരു സ്മോൾ q ചാർജ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇനിഷ്യലി ഉണ്ടായിരുന്ന ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, നമുക്കിനി ഫൈനൽ ചാർജ് നോക്കാം. ഫൈനൽ ചാർജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്റെ പുറത്ത് ഒരു q ചാർജ്, അതാണ് ഫൈനൽ, റൈറ്റ്. അതുപോലെ തന്നെ ഇവന്റെ പുറത്ത് ഒരു -q ചാർജ്. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത പോയിന്റ് നമുക്ക് മനസ്സിലായി, ഇവന്റെ പുറത്ത് -q ചാർജ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എർത്തിൽ നിന്ന് ചാർജ് എക്സ്ചേഞ്ച് നടന്നിട്ടുണ്ട്. സോ ഇവിടെ എർത്തും കൂടെ ഇപ്പോൾ ഉണ്ട്, റൈറ്റ്. എർത്ത് ഇനിഷ്യലി എല്ലാം കണക്ട് ചെയ്യുന്നതിന് മുന്നേ എർത്ത് ന്യൂട്രൽ ആയിരുന്നു, അതായത് ഇവിടെ ഒരു സീറോയുടെ ഫാക്ടറാണ് ഇനിഷ്യലി ഉണ്ടായിരുന്നത്. ഇപ്പൊ നമുക്ക് നോക്കാം എർത്തിന് എന്ത് സംഭവിച്ചു എന്ന്. നമുക്ക് ഇതിനകത്ത് എഴുതാം ചാർജ് ഫ്രം എർത്ത് ഈക്വൽ ടു -q, അതായത് -q പ്ലസ് q. ഓക്കെ, ഇതാണ് എർത്തിൽ നിന്ന് വന്ന ചാർജ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ എർത്തിലോട്ട് പോയ ചാർജ്, അതായത് എർത്തിന്റെ പുറത്ത് ഇപ്പോൾ ഉള്ള ചാർജ് എത്രയാന്ന് വെച്ചാൽ അതിന്റെ നെഗറ്റീവ് വെർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ q പ്ലസ് q. ഓക്കെ, റൈറ്റ്. ഒരു കൂടെ നോക്കുക, ഇതാണ് ഫൈനലി എവന്റെ പുറത്തുള്ള ചാർജ്, ഇതാണ് ഫൈനലി എവന്റെ പുറത്തുള്ള ചാർജ്, ഇതാണ് ഫൈനലി എർത്തിന്റെ പുറത്തുള്ള ചാർജ്. ഫൈനലി എർത്തിന്റെ പുറത്തുള്ള ചാർജ് ഞാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തേ? നമുക്ക് ഓൾറെഡി അറിയാം ഈ റിലേഷൻഷിപ്പ് ട്രൂ ആണെന്ന്. ഈ QE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലേറ്റിലോട്ട് എർത്ത് പമ്പ് ചെയ്ത ചാർജ് ആണ്, റൈറ്റ്. എങ്കിൽ എർത്തിന്റെ പുറത്തുള്ള ചാർജ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എർത്തിലോട്ട് വന്ന ചാർജ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് ആണ്. സോ ഈ QEയുടെ നെഗറ്റീവ് അതാണിത്. എങ്കിൽ നരച്ചു നോക്കി, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കി, ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. എന്ന് വെച്ചാൽ q പ്ലസ് q, ടോട്ടൽ ചാർജ് കൺസർവേഷൻ അവിടെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അടുത്തൊരു കേസാണ്, സപ്പോസ് ഇത് 3 പ്ലേറ്റ്സ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം ഈ കേസിന്റെ അനാലിസിസ് എങ്ങനെയാണ്, റൈറ്റ്. എങ്കിൽ ഈ 2 പ്ലേറ്റ്സും ഞാൻ എർത്ത് ചെയ്തേക്കുവാണ്. എങ്കിൽ നമുക്കറിയാം ഞാൻ നടുക്കൊരു പ്ലേറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. സപ്പോസ് അതിന്റെ പുറത്തുള്ള ചാർജ് q ആണെങ്കിൽ നമുക്കറിയാം ഈ 2 സൈഡിലും, അതായത് നമ്മുടെ ഈ q സ്പ്ലിറ്റ് ആവും. ഓക്കെ, ഇത് എക്സാക്ട്ലി മിഡ് വേയിലായിരുന്നെങ്കിൽ നമ്മുടെ ഈ q 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്ന എനിക്ക് ഈക്വലി സിമെട്രിക് ആയിരിക്കും എന്ന് എനിക്ക് എക്സ്പെക്ട് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇത് കുറച്ച് ഈ സൈഡിലോട്ടാണ് നിൽക്കുന്നത്. ഈ ഡിസ്റ്റൻസ് d യും ഈ ഡിസ്റ്റൻസ് 2d ആണ്. സോ ഞാൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നില്ല നമ്മുടെ ഈ സൈഡിൽ വരുന്ന അതേ ചാർജ് തന്നെ ആയിരിക്കും ഈ സൈഡിലാണ്. ഓക്കെ, കാരണം വേറെ ഒന്നുമല്ല, ബിക്കോസ് നമുക്കറിയാം, ഓക്കെ, അതായത് നമ്മുടെ ഈ പ്ലേറ്റിന്റെ സർഫസിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, റൈറ്റ്. ഇത് 0 പൊട്ടൻഷ്യൽ ആണ്. സോ
ഇതിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ വി എന്ന് എടുക്കുവാണെങ്കിൽ അതേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെ ഇതിനിടയ്ക്കും, ബിക്കോസ് ഇത് എർത്ത് ചെയ്തേക്കുവാണ്, ഇതിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ അപ്പോഴും വി ആണ്, സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്പോഴും വി ആണ്, റൈറ്റ്? ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, രണ്ടിനും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സാക്ട്ലി സെയിം ആണ്, പക്ഷേ ഡിസ്റ്റൻസ് ഡിഫറന്റ് ആണ്. അപ്പൊ ഡിസ്റ്റൻസ് നമുക്കറിയാം ഇൻഫിനിറ്റ് ഷീറ്റ്സ് ആണ്. ഇൻഫിനിറ്റ് ഷീറ്റ്സ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്. അപ്പോ ഡിഫറെന്റ് ഡിസ്റ്റൻസുകളിൽ എനിക്ക് സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്സ് ഡിഫറന്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇതിനിടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ല ഇതിനിടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള, അതായത് ഈ രണ്ട് സർഫസുകൾക്കിടയ്ക്കുള്ള ചാർജ് ഡെൻസിറ്റീസ് അല്ല ഈ രണ്ട് സർഫസുകൾക്കിടയ്ക്കുള്ള ചാർജ് ഡെൻസിറ്റി. അങ്ങനെയാണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ രണ്ട് സൈഡ്സിലും ഈ ചാർജ് സ്പ്ലിറ്റ് ആവുന്നത് ഡിഫറെന്റ് എമൗണ്ടിലാണെന്നാണ്. നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം, നമ്മുടെ കൺക്ലൂഷൻ തെറ്റാണെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ നമുക്ക് മനസ്സിലാവും. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കാം. റൈറ്റ്, ഇത് ക്യൂ ആണ്. സപ്പോസ് ഇത് ഈ സൈഡിൽ Q1, ഈ സൈഡിൽ Q2 രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി. ആൻഡ് വി നോ ദാറ്റ് ദിസ് Q എന്ന് പറഞ്ഞാൽ Q1 പ്ലസ് Q2 ആണ്, റൈറ്റ്? ബിക്കോസ് ചാർജ് കൺസർവേഷൻ, റൈറ്റ്? ഓക്കെ, എങ്കിൽ നമുക്കറിയാം ഇത് Q1 ആണെന്നുണ്ടെങ്കിൽ, എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ലോജിക്, അതായത് ഇത് Q1 ചാർജ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫീൽഡ് ലൈൻസ് വരുന്നുണ്ട്, ആ ഫീൽഡ് ലൈൻസ് എല്ലാം എക്സാക്ട്ലി ഇവിടെ ടെർമിനേറ്റ് ചെയ്യണം. ഇതിനകത്ത് ഫീൽഡ് ലൈൻസ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സാക്ട്ലി -Q1 വരണം. അതുപോലെ തന്നെ ഇവിടെ Q2 ആണെങ്കിൽ ഇവിടെ നിന്ന് പോകുന്ന എല്ലാ ഫീൽഡ് ലൈൻസും എക്സാക്ട്ലി ഇവിടെ ടെർമിനേറ്റ് ചെയ്യണം, ബിക്കോസ് ഇൻഫിനിറ്റ് ഷീറ്റ് ആണ്, പോകുന്ന എല്ലാം ഇവിടെ ടെർമിനേറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഫീൽഡ് ലൈൻസ് വരാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് എക്സാക്ട്ലി -Q2 ആണ്. ഓക്കെ, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും പറയാം ഈ രണ്ട് എൻസിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ് ഈ രണ്ട് എൻസിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ ഇനി ഞാൻ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വേറ്റ് ചെയ്യാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണെങ്കിൽ എനിക്ക് എഴുതാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ്, അതായത് E1 ഇൻറ്റു ഡി. ഈ കേസിലെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2D ആണ്. സോ 2D ഈക്വൽ ടു E2 ഇൻറ്റു ഡി. ഓക്കെ, റൈറ്റ്. ഇനി എന്താണ് E1 എന്ന് അറിയേണ്ടത്? ഓക്കെ, E1 എന്ന് പറഞ്ഞാൽ ഇവർക്കിടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് ഒന്നാലോചിച്ച് നോക്കുക. അതായത് റൈറ്റ്, ഇത് രണ്ടും ജസ്റ്റ് രണ്ട് ഇൻഫിനിറ്റ് ഷീറ്റ്സിന് ഇടയ്ക്കുള്ള സ്പേസിന് ഇക്വലന്റ് ആണ് ഈ റീജിയൻ. ഓക്കെ, ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, ഇത് ജസ്റ്റ് രണ്ട് ഷീറ്റ്സ് ആണ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ ഇവർക്കിടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ σ/ε0, റൈറ്റ്? എങ്കിൽ എനിക്ക് എഴുതാം E is equal to σ/ε0. സിഗ്മ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Q/A, റൈറ്റ്? Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1. സോ എനിക്ക് എഴുതാം E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1/A ε0 ടൈംസ് 2D ഈക്വൽ ടു E2. E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ σ/ε0, അതായത് Q2/A ε0D. എനിക്ക് ഇതിനകത്തുനിന്ന് എയുടെ ടേമും ε0 ടേമും ക്യാൻസൽ ചെയ്യാം, എനിക്കൊരു ഡിയുടെ ടേം ക്യാൻസൽ ചെയ്യാം. സോ എനിക്ക് എഴുതാം 2Q1 ഈക്വൽ ടു Q2. ഓക്കെ, സോ നമ്മുടെ ഇപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി. ഒന്ന് Q ഈക്വൽ ടു Q1 പ്ലസ് Q2. സോ എനിക്ക് ഇതിനകത്തുനിന്ന് Q1 Q2 കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാ? എനിക്ക് എഴുതാം ഇതിനകത്ത് Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2. Q2 എന്ന് പറഞ്ഞാൽ 2Q1, അല്ലെങ്കിൽ which is equal to 3Q1, അല്ലെങ്കിൽ Q1 is equal to Q/3. Q1 Q/3 ആണെങ്കിൽ എനിക്ക് എഴുതാം അതിനകത്തുനിന്ന് Q2 ഈക്വൽ ടു 2 ടൈംസ് Q1 which is equal to 2 ടൈംസ് Q/3. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് ഞാൻ ഇങ്ങനെ രണ്ട് പ്ലേറ്റ്സ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ ചാർജും ഡിഫറൻ്റ് ആണ്. ആൻഡ് നമുക്ക് ഇത് രണ്ടും എക്സാക്ട്ലി സ്പ്ലിറ്റ് ആവുന്ന ചാർജസിന്റെ റേഷ്യോ, അതായത് Q1 ഉം Q2 എത്രയാണെന്ന് നമ്മൾ എക്സാക്ട്ലി ഇവാലുവേറ്റ് ചെയ്യുന്നു.